warahmatullahi wabarakatuh. Alhamdulillah, wassalatu wassalamu ala ashrafir rasulillah wa ala alihi al-faizina biridallah ma ba'd. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദർശം എന്ന വിഷയത്തെ പുരസ്കരിച്ച് കേരളത്തിലെ പ്രഗത്ഭരായ 3 യുവ പ്രതിഭകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാനൽ ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമയബന്ധിതമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ധാരാളം സംശയങ്ങൾ നേരത്തെയുള്ള അവസരം ഉപയോഗപ്പെടുത്തി സദസ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ സംശയം നമ്മുടെ പാനലിസ്റ്റുകളോട് ഉന്നയിക്കുകയും ഓരോരുത്തരും അവരുടെ കാഴ്ചപ്പാട്, അവരുടെ വീക്ഷണകോണിലൂടെ ആ വിഷയത്തെ സമീപിക്കുകയും ചെയ്യും. അതോടൊപ്പം നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 3 വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട നമ്മുടെ പാനലിസ്റ്റുകൾ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മോട് സംവദിക്കും. വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാക്കി ഇതിനെ മാറ്റുന്നതിന് വേണ്ടി സദസ്സിലെ മുഴുവൻ സഹപ്രവർത്തകരും ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം വിഷയാവതരണത്തിന് വേണ്ടിയിട്ട് പ്രഗത്ഭനായ എഴുത്തുകാരനും ചിന്തകനും സാമൂഹിക മാധ്യമങ്ങളിൽ ഇസ്ലാമിക ആദർശങ്ങളെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്ന പ്രതിഭാധനനായ പ്രിയപ്പെട്ട ഫാരിസ് പി 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം വിഷയത്തെ പുരസ്കരിച്ചുള്ള ആമുഖം നമ്മെ ബോധ്യപ്പെടുത്തും. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സന്തോഷം തോന്നുന്നു. നല്ല സദസ്സ് ശ്രദ്ധയോടെ വീക്ഷിച്ചിരിക്കുന്നു. അള്ളാഹു ഈ ഇരുന്ന് പിരിയുന്നതിൻ്റെ മുൻപ് നാം പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഈമാനിനെ ബലപ്പെടുത്തുന്നതാക്കി മാറ്റട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യരാണ് നാം, ഈ പ്രപഞ്ചത്തിലെ അംഗമാണ് നമ്മൾ. കേവലം മനുഷ്യർ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിനൊരു തമ്പുരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ആരിലും വരില്ല. എല്ലാവരും അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവർ തന്നെയാണ്. നിരീശ്വരവാദികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നിരീശ്വരവാദികൾ നിഷേധിക്കുന്ന ദൈവത്തെ നമ്മളും നിഷേധിക്കുന്നുണ്ടാകും. ദൈവമില്ല എന്ന് പറയുന്നവർ ഒരു ദൈവത്തെ അവർ നിഷേധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിഷേധിക്കുന്ന ദൈവത്തെക്കുറിച്ചൊന്ന് സംസാരിക്കൂ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ ദൈവത്തെ നമ്മളും നിഷേധിക്കുന്നുണ്ടാകും. ലോകത്തെ ഏറ്റവും വലിയ ആഘോഷിക്കപ്പെട്ട ഒരു നിരീശ്വരവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അയാളുടെ പുസ്തകത്തിൽ അദ്ദേഹം നിരന്തരം ആവർത്തിക്കുന്ന ഒരു പദമുണ്ട്: ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്ന ദൈവം സൃഷ്ടിക്കപ്പെട്ട ദൈവമാണ്. നമ്മൾ അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിരീശ്വരവാദികൾ നിഷേധിക്കുന്ന മറ്റൊരു ദൈവമാണ് ദൈവം വളരെ ക്രൂരനാണ്, അതുകൊണ്ടാണ് ഈ നരകമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ വലിയൊരു തമാശ പോലുമുണ്ട്. ദൈവമില്ല എന്ന് വാദിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളോടും എന്തുകൊണ്ടാണ് ദൈവമില്ല എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഉത്തരം അതാണ്: ദൈവം വളരെ ക്രൂരനാണ്, നരകമൊക്കെ സൃഷ്ടിച്ചല്ലോ. ഒരാൾ ക്രൂരനാണ് എന്നതുകൊണ്ട് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, ദൈവം ക്രൂരനായിക്കൊള്ളട്ടെ. ദൈവം ക്രൂരനാണ് എന്ന് വന്നാൽ പോലും ദൈവം ഇല്ല എന്ന് വരില്ല. ക്രൂരനായ ദൈവം ഉണ്ട് എന്നാണ് വരിക. ഇപ്പോൾ വാപ്പ ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് വാപ്പ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ദേഷ്യക്കാരനായ വാപ്പ ഉണ്ട് എന്നാണ് വരിക. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഒരു പേര്, ഇപ്പോൾ സാറ എന്ന കുട്ടി മദ്രസയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും, നീ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന വാദത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് പറയണം. ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ക്ലാസ്സിൽ സാറ എന്ന കുട്ടി മദ്രസയിൽ വന്നിട്ടില്ല എന്നാണ് ഒരാൾ വാദിക്കുന്നത് എങ്കിൽ അതിനും തെളിവ് വേണം. ഇന്ന് വന്നിട്ടില്ല, ആരും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് പനിയാണ്, ഇന്നലെ പനിയായിരുന്നു, ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും തെളിവ് വേണം എന്നതാണ് യാഥാർത്ഥ്യം. അറിയില്ല എന്ന് പറയാനാണ് തെളിവ് ആവശ്യമില്ലാത്തത്. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുന്നു. ഇല്ല എന്ന് പറയുന്നവർ ഇല്ല എന്നതിന് തെളിവ് കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം മനുഷ്യബുദ്ധിക്ക് ദൈവമുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള നിരീശ്വരവാദ ഗീർവാണങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കിട്ടാത്തതിൻ്റെ അരിശം തീർക്കലാണ്. സമയമുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് വരും. അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്
തുടക്കമുണ്ടെങ്കിൽ തുടക്കക്കാരനുണ്ട് എന്ന് മനുഷ്യബുദ്ധി പറഞ്ഞു തരും. മനുഷ്യബുദ്ധിക്ക് അത് കണ്ടെത്താൻ കഴിയും. ജനിച്ചു വീണ ഒരു കുട്ടി ഒരു ശബ്ദം കേട്ടാൽ അവിടേക്ക് നോക്കും. ആരും ഉണ്ടാക്കാതെ ഒരു ശബ്ദവും ഉണ്ടാവില്ലെന്ന് ആ കുട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിയെ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്തത്. പക്ഷേ ദൈവമുണ്ട് എന്നേ കിട്ടൂ. ഈ ദൈവം എങ്ങനെയാണ്, ഇത് എത്രയാണ്, എങ്ങനെയാണ് പെരുമാറുക, ഈ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടില്ല. അങ്ങനെ മനുഷ്യൻ ബുദ്ധി കൊണ്ട് സ്വയം ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ നരബലി പോലും ആരാധന ആയി മാറുന്ന അപകടങ്ങൾ സംഭവിച്ചേക്കാം. അങ്ങനെ ഒരുപാട് സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദൈവം എങ്ങനെയാണ്, ദൈവത്തെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ദൈവം തന്നെ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം. അത് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ഈ പ്രവാചകന്മാരിലൂടെയാണ് ഈ ദൈവത്തെ മനുഷ്യർ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നിയോഗിതരായ ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാരിൽ അവസാനിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവാണ്, ഏകനാണ് തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ജീവനുള്ളത്, ജീവനില്ലാത്തത്, ചലിക്കുന്നത്, ചലിക്കാത്തത്. ഇതിൽ മനുഷ്യന്റെ ഒരു സവിശേഷത എന്താണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണല്ലോ. ജീവനുള്ളതിനെ മാത്രം പരിഗണിച്ചാൽ തന്നെ മനുഷ്യനേക്കാളേറെ ശക്തരാണ് ഒരുപാട് ജീവികൾ. ഇനി ദുർബലരാണ് അല്ലെങ്കിൽ സങ്കീർണതകൾ കൊണ്ട് വലിപ്പം കൊണ്ട് ചെറുതെന്ന് തോന്നുന്ന കൊതുകിനെ പോലും നമുക്ക് പേടിയാണ്. നാം ഏറ്റവും ഭയക്കുന്നത് കൊതുകിനേക്കാൾ ചെറിയ വൈറസുകളെയാണ്. അപ്പോൾ ദൗർബല്യം സത്യത്തിൽ മനുഷ്യനാണുള്ളത്, ശക്തരാണ് മറ്റു ജീവികളെല്ലാം. ഇത്ര ശക്തരായ ജീവികൾ ഉണ്ടായിട്ട് എന്താണ് മനുഷ്യൻ അവയേക്കാൾ സവിശേഷനായത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ സവിശേഷതകളൊക്കെ വന്നത്? ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതിന്റെ ഉത്തരം മനുഷ്യന്റെ സവിശേഷമായ ബുദ്ധിയാണ്. പക്ഷെ കൗതുകകരമായൊരു കാര്യം, മനുഷ്യനേക്കാൾ മസ്തിഷ്കം വികസിച്ച ജീവികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിയാൻഡർതാൻ മനുഷ്യന്റെ ബ്രെയിനിനേക്കാളേറെ വലിപ്പമുള്ളൊരു ജീവിയാണ്. എന്നിട്ടും മനുഷ്യനാണ് അതിജീവിച്ചത്. അതിന്റെ പൊരുളുകൾ എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കൗതുകരമായൊരു കാര്യമുണ്ട്. ഒരു നിയാൻഡർതാനും ഒരു മനുഷ്യനും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ പരാജയപ്പെടും. ശാരീരികമായ ശക്തി അവിടെയാണ്, മസ്തിഷ്ക വികാസവും അവിടെയാണ്. പക്ഷേ 10 മനുഷ്യനും ഒരു നിയാൻഡർതാനും തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ ജയിക്കും. അപ്പൊ നമുക്ക് തോന്നും, എങ്കിൽ ഈ നിയാൻഡർതാൻ ഒരു 10 പേർക്ക് ഒരുമിച്ച് സംഘട്ടനത്തിന് വന്നൂടെ? അവിടെയാണ് മറ്റു ജീവികളുടെ ഒരു പ്രശ്നം. അവർക്ക് സംഘടിക്കാവുന്ന എണ്ണം പരിമിതമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സംഘടിക്കാൻ കഴിയുന്നത് ചിമ്പാൻസിക്കാണ്. പക്ഷെ 150-നേക്കാൾ കൂടുതൽ ചിമ്പാൻസികൾക്ക് ഒരുമിച്ച് സംഘടിക്കാൻ കഴിയില്ല. മനുഷ്യനാകട്ടെ 1000 അല്ല, 10,000 അല്ല, പരസഹസ്രം, ശതകോടി മനുഷ്യർക്ക് വരെ ഒരു ആശയത്തിന്റെ പേരിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും. 160 കോടി വരുന്ന മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ഖിബിലയുടെ, പ്രവാചകന്റെ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരേ വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. ഇത് മനുഷ്യന്റെ സവിശേഷതയാണ്. ഇങ്ങനെ അനേകം സവിശേഷതകൾ അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു. എന്നിട്ട് ഇതര ജീവികൾക്കില്ലാത്ത ഒരു ഉത്തരവാദിത്തം മനുഷ്യന് നൽകി. സത്യം അന്വേഷിച്ച് കണ്ടെത്തി അത് മുറുകെ പിടിച്ച് ജീവിക്കുക, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നൽകി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനിവിടെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടത്. അങ്ങനെ മതമനുസരിച്ച്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നാം ഈ കാലത്ത് പ്രത്യേകിച്ച് നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഭീകരവാദത്തിൻ്റെ, യുദ്ധത്തിൻ്റെ ഇടയിൽ, ചർച്ചകൾക്കും സർവ്വേത സർവണങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ്, മതമാണ് വർഗീയതയുടെ അടിസ്ഥാനം, മതമാണ് ഭീകരവാദത്തിൻ്റെ നിദാനം, അതുകൊണ്ട് ഞാൻ മതം ഒഴിവാക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കിടയിൽ നാം എന്ത് മറുപടി നൽകും? നാം എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും എന്നൊരു പ്രശ്നം അനുഭവിക്കാത്ത, ആ ഒരു അസ്വസ്ഥത അഭിമുഖീകരിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഇവിടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ ഈ ടേൺ അവസാനിപ്പിക്കാം. ഇത്തരം ആരോപണങ്ങൾ വരുന്ന സമയത്ത് എല്ലാത്തിനും മറുപടി പഠിക്കുക എന്നത് എളുപ്പമല്ല. അത് ആർക്കും അറിയില്ല. ഇപ്പൊ ലോകത്തെ നോബൽ പ്രൈസ് കിട്ടിയ ഒരു ഫിസിസിസ്റ്റിനോട് ഫിസിക്സിലെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ച ആൾക്ക് ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ലോകത്തെ ഏറ്റവും വലിയൊരു പണ്ഡിതന് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയല്ല നോളേജ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് എല്ലാവരും കൂടിയാണ് അറിഞ്ഞത് പറഞ്ഞു കൊടുക്കുക, അറിയാത്തത് കൂട്ടമായി കണ്ടെത്താൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന സമയത്ത് അനാവശ്യമായി നമ്മൾ അതിൽ പെട്ടുപോകാറുണ്ട്. അത് പെടാതെ എങ്ങനെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാം എന്നതിൻ്റെ ഒരു മെത്തഡോളജി പറഞ്ഞ് ഞാൻ ഈ ടേൺ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ എടുക്കാം. മതമാണ് എന്തിൻ്റെ വർഗീയതയുടെ കാരണം.
ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും അതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കാരണം മതവിശ്വാസികൾ ആണല്ലോ ഇതര മതനിന്ദയും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ഈ വർഗീയത ഇങ്ങനെ പറയുന്നത്. മതങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ജനങ്ങളിൽ വർഗീയത ഉണ്ടാവില്ല, ജനങ്ങൾ സ്നേഹത്തോടെ ജീവിക്കും എന്ന് വിശ്വാസികളിൽ ചിലരും ഇങ്ങനെ കരുതും. ചില ആളുകൾ പറയും മറ്റു മതങ്ങളാണ് വർഗീയതയുടെ കാരണം, ഞങ്ങളുടെ മതമല്ല വർഗീയതയുടെ കാരണം എന്നൊക്കെ മറുപടിയായി കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മതങ്ങളാണ് വർഗീയതയുടെ കാരണം എന്നാണ് ആരോപണമെങ്കിൽ 2 ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യണം. മതമുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെ, വർഗീയത ഉള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, വർഗീയത ഉള്ള എല്ലാ രാജ്യങ്ങളിലും മതങ്ങൾ ഉണ്ടാവില്ല. വർഗീയത ഉള്ള എല്ലാ രാജ്യങ്ങളിലും മതങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ചില നാടുകളിൽ ഭാഷയുടെ പേരിൽ വർഗീയത ഉണ്ടാകും അല്ലെ. നമ്മൾ ഭാഷാവാദികൾ അവർ ഉണ്ടാക്കിയ സംഘടനകളുടെ ദുരിതഫലങ്ങൾ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഷയുടെ പേരിൽ ജനങ്ങൾ വ്യത്യസ്ത തട്ടുകളായി തിരിഞ്ഞ് വർഗീയത ഉണ്ടാകുന്നു, മതത്തിന്റെ പേരിലുണ്ടാകുന്നു, അങ്ങനെ നിറത്തിന്റെ പേരിലുണ്ടാകുന്നു. അല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ കറുത്ത വർഗ്ഗക്കാർ ഇന്നും പീഡനം അനുഭവിക്കുന്നു. ഇത് മതത്തിന്റെ പേരിലല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വർഗീയത ഉള്ള നാടുകളിലെല്ലാം പിന്നെ പൊതുവായുള്ളത് എന്താണ്? ചില നാടുകളിൽ മതത്തിന്റെ പേരിലാണ്, ചില സ്ഥലങ്ങളിൽ ഭാഷയുടെ പേരിലാണ്, ചില സ്ഥലങ്ങളിൽ നിറത്തിന്റെ പേരിലാണ്. അപ്പൊ പൊതുവായുള്ളത് എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ ഞാനിവിടെ ജനാധിപത്യ വിരുദ്ധനാവുകയല്ല, പക്ഷെ ഇവിടെയൊക്കെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ഈ നാടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും, തിരഞ്ഞെടുപ്പ് ജനാധിപത്യമുള്ള നാടുകളിൽ സ്വാഭാവികമായി 2 കാര്യങ്ങളുണ്ടാകും. ഡെമോക്രസി എന്ന് പറയുന്നത് ഏകമാനമായൊരു ഏകശിലാത്മകമായ രൂപമൊന്നുമില്ല, അത് പലതരത്തിലുണ്ട്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നൊരു ഡെമോക്രസി ഉണ്ട്. എന്താ ഡെമോക്രസി? ഇപ്പോൾ ഒരു വിദ്യാഭ്യാസപരമായൊരു നയം ഖലീഫ നടപ്പിലാക്കുകയാണെങ്കിൽ ആ മേഖലയിലെ എക്സ്പേർട്ടുകളുമായി മുഷാവറ ചെയ്യുക, അതൊരു തരം ഡെമോക്രസിയാണ്. ഒരു തരത്തിൽ എക്സ്പേർട്ടുകളുടെ അഭിപ്രായം സമാഹരിക്കലാണ് ആളെണ്ണിയുള്ള അഭിപ്രായ സമാഹരണത്തെക്കാൾ മികച്ചത് അല്ലേ. ഒരു വിഷയത്തില് പ്രഗത്ഭരുടെ അഭിപ്രായമാണ് മാനിക്കേണ്ടത്, അല്ല ആൾതാമസമുള്ള തലകളെയാണ് മാനിക്കേണ്ടത്, അല്ലാതെ തല എണ്ണിയിട്ടല്ല എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ചുരുക്കി വന്നാൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉള്ള നാടുകളിൽ 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളെയൊക്കെ സംഘടിപ്പിക്കണം. അപ്പോൾ ജനങ്ങളൊക്കെ മതവിശ്വാസികളാണെങ്കിൽ ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ ഒരു വർഗീയത ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി ഭൂരിപക്ഷത്തിന്റെ വോട്ട് സമാഹരിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിക്കും. എന്നാൽ ജനങ്ങൾ മതത്തെക്കാൾ നിറത്തിന്റെ പേരിൽ വ്യത്യസ്തത ഉള്ള ആളുകളാണെങ്കിൽ, ഭൂരിപക്ഷം വെളുത്ത വർഗ്ഗക്കാരാണെങ്കിൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കി വെളുത്ത വർഗ്ഗക്കാരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കും. ഭാഷയുടെ പേരിലും ഇത്തരത്തിൽ വർഗീയമായ പ്രവർത്തനങ്ങൾ നടത്തും. ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, മതം അല്ല മറിച്ച് രാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവുകളുടെ കാരണമെന്ന്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ബാക്കി സംസാരത്തിന്റെ ഇടയിൽ നമുക്ക് സൂചിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. ഫാരിസ് തൻ്റെ ഊഴം വളരെ വൃത്തിയായി വിനിയോഗിച്ചിട്ടുണ്ട്, സന്തോഷം. അതിനിടയിൽ ഒരു സംശയം വന്നത് നമുക്ക് ഇടപെടാൻ നല്ല തോന്നുന്നു. ഫാരിസിനോടാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ആവശ്യമായ രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നാവും. ഇപ്പോൾ ദൈവത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മതത്തിൻ്റെ ആവശ്യകതയും സൃഷ്ടാവിനെ കുറിച്ചൊക്കെ മനോഹരമായി ഫാരിസായി പറഞ്ഞു. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംശയമാണ്, ഇന്നിവിടെ വന്നിട്ടുള്ള സംശയം കൂടിയാണ്. ഒരു രാജ്യത്തെ തെറ്റ് വേറെ രാജ്യത്തെ ശരിയാവുന്നു, ഒരു മനുഷ്യൻ്റെ തെറ്റ്, ഒരാൾ വിശ്വസിക്കുന്ന തെറ്റ് ഒരാൾക്ക് തെറ്റല്ലാതാവുന്നു. അപ്പോൾ ഈ തെറ്റും ശരിയും വേർതിരിക്കാൻ ശരിക്കും ഒരു മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് വന്നിട്ടുള്ളൊരു സംശയം. ഈ തെറ്റും ശരിയും വേർതിരിക്കാൻ ഒരു മാനദണ്ഡം ഉണ്ടായാൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വേർതിരിക്കാറുണ്ട്. നല്ല മീനേത്, ചീത്ത മീനേത്, നമുക്കൊരു മാനദണ്ഡം ഉണ്ടായാൽ മതി. നല്ല സാധനം ഏത്, ചീത്ത സാധനം ഏത്, വേർതിരിക്കാൻ ഒരു ക്രൈറ്റീരിയൻ ഉണ്ടായാൽ മതി. അപ്പോൾ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ അത് വേർതിരിക്കാനൊരു മാനദണ്ഡം ഉണ്ടായാൽ മതി. പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചാലും ദൈവേതരമായൊരു മാനദണ്ഡം നന്മ തിന്മ വ്യവച്ഛേദത്തിന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം എടുക്കാൻ പറ്റൂല. ഭൂരിപക്ഷം ആളുകൾ നന്മ ആണ് എന്ന് പറയുന്നു എന്ന് കരുതി അതിനെ നന്മയായി അംഗീകരിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ ജൂതവിരോധമാണ് പൊതുവികാരം, ദേശവികാരം. അപ്പോൾ ജൂതന്മാർ വധിക്കപ്പെടണമെന്നത് അതിനൊരു നല്ല കാര്യമായിട്ട് അംഗീകരിക്കേണ്ടി വരും. കാരണം ഭൂരിപക്ഷത്തെ മാനിച്ചുകൊണ്ട് നന്മ തിന്മ തീരുമാനിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇന്നത്തെ നന്മ നാളെ തിന്മയായിട്ടൊക്കെ ആളുകൾക്കിടയിൽ മാറ്റം വരും. മനുഷ്യൻ തന്നെ പഠനം വരുന്നതിനനുസരിച്ച്, അറിവ് നേടുന്നതിനനുസരിച്ച്, ചീത്ത അറിവുകൾ സമാഹരിക്കുന്നതിനനുസരിച്ചൊക്കെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ മാറാത്ത മാനദണ്ഡങ്ങൾ വേണം. ഇപ്പോൾ ബോൾ പോകുന്നതിനനുസരിച്ച് ഗോൾ പോസ്റ്റ് വെക്കാൻ പറ്റില്ല. മൂവബിൾ ഗോൾ പോസ്റ്റ് അല്ല വെക്കേണ്ടത്. ഗോൾ പോസ്റ്റ് ഫിക്സ്ഡ് ആയി വെക്കണം. അതിൽ ഉള്ളിലൂടെ പോയാൽ ഗോൾ, പുറത്തൂടെ പോയാൽ ബോൾ. അപ്പോൾ നന്മ തിന്മ വിച്ഛേദനത്തിൻ്റെ
അതിനൊരു കൃത്യമായ മാനദണ്ഡം വേണമെങ്കിൽ അത് മനുഷ്യേതരമായിരിക്കണം, ബിയോണ്ട് ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റി ആയിരിക്കണം. അതിനൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് കാലാതീതനായ, ഒരു കാലത്തും ഒരു മാറ്റവും വരാത്ത, എല്ലാ അറിവുമുള്ള, ഒരു പ്രവൃത്തിയുടെ കോൺസിക്വൻസസിനെ കുറിച്ച് പൂർണ്ണജ്ഞാനമുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശം. അപ്പോൾ നമ്മൾ നന്മ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എന്താ? ദൈവിക നിർദ്ദേശത്തിൽ കൽപ്പിക്കപ്പെട്ടത്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് നന്മ, വിലക്കപ്പെട്ടത്, നിരുത്സാഹപ്പെട്ടത് തിന്മ. ഇതല്ലാത്ത ഒരു മാനദണ്ഡം ലിബറൽ ലോകത്തിന് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ കണ്ടെത്താൻ ശ്രമിച്ചതൊക്കെ ഒരു സ്ഥലത്ത്, ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം മനസ്സിലാവാം. ഇപ്പം അവർ പറയുന്ന ഒരു സാധനമാണ്, ജനങ്ങൾക്കൊക്കെ സുഖം നൽകുന്നതാണെങ്കിൽ അത് നന്മ, ജനങ്ങൾക്കൊക്കെ വേദന നൽകുന്നതാണെങ്കിൽ അത് തിന്മ. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്താനും പറ്റും. പക്ഷേ ഒരു കാര്യം ഒരാൾക്ക് സുഖമാണ്, വേറൊരാൾക്ക് വേദനയാണ്. അപ്പോൾ പിന്നെ ഇത് എന്താ കാട്ടുകയെന്നാവും അടുത്ത ചോദ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹേതരമായ ബന്ധങ്ങൾ, അത് ലിബറൽ ലോകത്ത് നന്മയാണ്. നന്മ മീൻസ് അത് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ പറയും, ഓക്കെ, ഭർത്താവിൻ്റെ അവിഹിതമാണെങ്കിൽ ഭർത്താവിന് സുഖമാണ്, പക്ഷെ ഭാര്യയ്ക്ക് അത് ദുഃഖമാണ്. ഒരാൾക്ക് സുഖം, ഒരാൾക്ക് ദുഃഖം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിതിനെ നന്മയായിട്ട് കാണുക? അപ്പോൾ ഒരു അടുത്ത മെത്തഡോളജി ഉണ്ട്, അടുത്തൊരു മെത്തേഡ് ഉണ്ടാക്കും. ചില കാര്യങ്ങളെ നന്മയാക്കാൻ വേണ്ടി മാനദണ്ഡങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കും. അപ്പോൾ അവർ പറയും, കൂടുതൽ ആളുകൾക്ക് സുഖമാണെങ്കിൽ നന്മ, കുറച്ച് പേർക്ക് സുഖമാണെങ്കിൽ അത് തിന്മ. അതായത് സുഖമാണ് ദുഃഖത്തേക്കാൾ കൂടുതലെങ്കിൽ, സന്തോഷമാണ് വേദനയേക്കാൾ കൂടുതലെങ്കിൽ അത് നന്മ. എന്നിട്ട് അവർ പറയും, ഈ അവിഹിത ബന്ധത്തിൽ ഭർത്താവിനും സുഖം, കാമുകിക്കും സുഖം, രണ്ടുപേർക്കും സുഖമുണ്ട്, ഭാര്യയ്ക്ക് ദുഃഖം, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സുഖമാണ്, അപ്പോൾ അതിനെ നന്മയാക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഗ്യാങ് റേപ്പിന്റെ കേസ് എന്താ? ഒരു സ്ത്രീക്ക് വേദന, 10 പുരുഷന്മാർക്ക് സുഖം, അപ്പൊ നിങ്ങൾ അതിനെ വലിയ നന്മയാക്കണ്ടേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ പറയും, നിങ്ങൾ റേപ്പിന് അനുകൂലിച്ച് വാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് മാറ്റും. അപ്പൊ ദൈവേതരമായ ഏത് മാനദണ്ഡം കൊണ്ടുവന്നാൽ ഈ പ്രശ്നം വരും എന്ന് മാത്രം. ബാക്കി പിന്നെ ഓക്കെ, താങ്ക് യു. വളരെ ഉദാഹരണസഹിതം വളരെ നന്നായി കൃത്യമായി അതിനുള്ളൊരു മറുപടി പറഞ്ഞിട്ട് സന്തോഷം. ഈ ഒരു വിഷയത്തിൽ സദസ്സിന് ഒരു നല്ല ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഹുസ്നു സുആൽ നിസ്ഫുൽ ഇൽം എന്നാണ്. നല്ല ചോദ്യം വിജ്ഞാനത്തിൻ്റെ പകുതിയാണല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ നല്ലത് ചോദിക്കുന്നത് ബുദ്ധിയുടെ അടയാളം കൂടിയാണ്. നല്ലൊരു ചോദ്യം മുന്നോട്ട് വന്നിട്ട് ഒരാൾക്ക് ചോദിക്കാം കുറഞ്ഞ സമയത്തിനകത്ത്. അപ്പോൾ അതിനു മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുജീദ് വാഫിസിക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം. ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ദൈവത്തെക്കുറിച്ചുള്ള പിന്നെ മതത്തിൻ്റെ ആവശ്യമുണ്ടോ? നന്മയും തിന്മയും വേദനിക്കാൻ മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നെ ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സോടുകൂടി ജീവിക്കുക, എൻ്റർടൈൻമെൻറ്റോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ഈ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ആത്യന്തികമായ സന്തോഷത്തെ, ആത്യന്തികമായ ആനന്ദത്തെ ഒരിക്കലും ലോകത്ത് ഒരാൾക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പിന്നെ അൾട്ടിമേറ്റ് ആനന്ദവും ഹാപ്പിനെസ്സും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭൂമിയിലുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ നല്ല അബുദുകളാവുക എന്നത് മാത്രമാണ്. കാരണം ഈ നന്മ തിന്മ എന്ന ചർച്ച തന്നെ നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നന്മ ഞാൻ ചെയ്യാൻ നിർബന്ധിതനാവുന്നത് നന്മ എനിക്ക് സന്തോഷവും ആനന്ദവും നൽകുന്നു, തിന്മ എനിക്ക് ദുഃഖവും സംഘർഷവും നൽകുന്നു. അതാണല്ലോ ഇപ്പോൾ അതിൻ്റെ ഒരു കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ ആ വാക്കിന് പ്രത്യേകിച്ച് പോരിഷണ്ടായിട്ടൊന്നല്ല. അപ്പോൾ ആത്യന്തികമായ ആനന്ദവും സന്തോഷവും നൽകാൻ ഇസ്ലാമിന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നതാണ് പിന്നെ ഞാനതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. വെരി ഗുഡ്. സാദിഖ് ഭായി എന്തെങ്കിലും കമന്റ് ചെയ്യണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ വാക്കിൽ? ഇവിടെ വിഷയങ്ങൾ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് നമ്മൾ നിർമ്മിക്കുന്ന നിയമങ്ങൾക്കൊക്കെ, മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്, അതിരുകളുണ്ട്. അത് ഒരു നിശ്ചിത സമയത്തിനപ്പുറത്ത് അതിനെ അതിജയിക്കാൻ കഴിയില്ല എന്നത്, എത്ര മാനദണ്ഡങ്ങൾ മനുഷ്യൻ കൊണ്ടുവന്നാലും അത് അതിജയിക്കാൻ കഴിയില്ല എന്നത് നമ്മുടെ മുമ്പിൽ അനുഭവവേദ്യമായിട്ടുള്ള ഒരു സത്യമാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ആശയവും ഒരു നിയമവും ഒരു പ്രത്യയശാസ്ത്രവും ഒരു സംവിധാനവും ഇന്നോളം ലോകത്ത് അതിജയിച്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നത് തന്നെ മനുഷ്യന് സ്വന്തമായ ഒരു നിയമനിർമ്മാണവും മറ്റും സംവിധാനിക്കാൻ കഴിയില്ല എന്നതിന്റെ ഒരു ഉദാഹരണം. പ്രായോഗികമാണെന്നതിന് കറക്റ്റ്. വെരി ഗുഡ്. സദസ്സിന് ആരെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് വന്നാൽ അവസരമുണ്ട്, മുന്നോട്ട് വന്നാൽ മൈക്ക് തരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത 3 പാനലിസ്റ്റുകളും കമൻറ്റ് ചെയ്തു, ഫാരിസ് വിഷയം അവതരിപ്പിച്ചു, ഡിസ്കഷൻ നടന്നു. ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം, അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം.
ആരുമില്ല. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ലാ അടുത്ത വിഷയം ഒരു 10 മിനിറ്റ് കൊണ്ട് ഭംഗി അവതരിപ്പിക്കുന്നത് പ്രഗത്ഭനായ പണ്ഡിതൻ, പ്രഭാഷകൻ, പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ പ്രൊഫസർ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് മുജ്തബ ഫൈസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം മാത്രമാണ് സത്യം, ശരി എന്ന ഒരു ഉത്തരമാണ് ബഹുമാനപ്പെട്ട സുഹൃത്ത് ഫാരിസ് നൽകിയത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ ധാരാളം കൈവഴികളുണ്ട്, ഇതിൽ ഏതാണ് ബെറ്റർ എന്നതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വരുന്നൊരു കാര്യം, ഇസ്ലാം തന്നെയാണ് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഒരു മുഖ്യധാര എങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു മുഖ്യധാര തിരയാൻ പാടില്ല. ഇസ്ലാം തന്നെയാണ് റൈറ്റ് വേ എങ്കിൽ പിന്നെ അതിനകത്ത് മറ്റൊരു മുഖ്യധാര തിരയുന്നതിനൊരു അസാംഗത്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ധാരാളം വിഭാഗങ്ങളായി, ഒരുപാട് കൈവഴികളായി, അതിലേതാണ് ശരി? എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ചോയ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലമാണ്. പഴയ കാലത്തൊക്കെ ആളുകൾക്ക് ചൈന ഫോൺ തന്നെ മതിയായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാവരും ഐഫോൺ തന്നെ വേണം. അപ്പോൾ ഏറ്റവും മികച്ച ബ്രാൻഡ്, ഏറ്റവും പെർഫെക്റ്റ് ആയതിനെ ചൂസ് ചെയ്യുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയത് ഏതാണ്, ഏറ്റവും ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാത്തമായൊരു വഴി ഏതാണ് എന്ന ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനവുമാണ്. ആ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുക? ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റിൽ നിന്ന് തന്നെ ഞാൻ ആ ഉത്തരത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ്. അതായത് മനുഷ്യൻ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ്സിനെ, ഒരു എൻ്റർടൈൻമെൻറ്റിനെ, ആസ്വാദനം, ആനന്ദം എന്നൊക്കെ പറയുന്ന ഒരു ആത്യന്തികമായിട്ടുള്ള അവൻ്റെ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ, ആ താല്പര്യങ്ങൾ മതം കൊണ്ട് കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ഒരു അസ്വസ്ഥതകളില്ലാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു വഴി കിട്ടുമെന്നാണല്ലോ. എങ്കിൽ ആ വഴി കിട്ടുന്ന യഥാർത്ഥ മാർഗം ഇസ്ലാമിൽ ഏതാണ് എന്ന് പരിശോധിച്ചാൽ മതി. വളരെ ലളിതമായി ലോകത്ത് ഏതൊരു മുസ്ലിം അമുസ്ലിങ്ങളോട് ചോദിച്ചാലും ഇസ്ലാമിൻ്റെ സുന്ദര മുഖം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ആസ്വാദന മുഖം എന്ന് ചോദിച്ചാൽ അവർ ആത്മീയ ഇസ്ലാമിനെയാണ് പരിചയപ്പെടുത്തുക. ഒരു സൂഫി ഇസ്ലാമിൻ്റെ മുഖത്തെയാണ് ആളുകൾ പരിചയപ്പെടുത്തുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു മതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ഉത്തരം എന്താണോ ആ ഉത്തരത്തെ നൽകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യഥാർത്ഥത്തിൽ ഒരു സൂഫി ഇസ്ലാം, സ്പിരിച്വൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകത, സുന്നത്ത് ജമാഅത്ത് ഡാറ്റ ഇസ്ലാമിനെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് എപ്പോഴും ഒരു അനുഭവത്തിന്റെ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തിന്റെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു എന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഹാർഡ്വെയറും പെർഫെക്റ്റ് ആയിരിക്കണം, സോഫ്റ്റ്വെയറും പെർഫെക്റ്റ് ആയിരിക്കണം. ഇസ്ലാമിൻ്റെ ഒരു ഹാർഡ്വെയർ പെർഫെക്റ്റ് ആവുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒരാൾക്കൊരു ഡാറ്റയായി, ഒരു ഇൽമായിട്ടൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് എവിടെയാണ്? ആ പൂർണ്ണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 പാർട്ടാണ് ദീൻ എന്നാ പറഞ്ഞത്. ഒന്ന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. അത് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫജഅല ദാലിക കുല്ലഹു ദീന. ഇത് 3മാണ് ഇസ്ലാം. ഈ വിശ്വാസം, കർമ്മപരം, ആത്മീയം. ഈ 3 ഭാഗങ്ങളും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഇസ്ലാമിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. എന്നാൽ ഈ 3 ഭാഗത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു മെക്കാനിസം ഉണ്ടാകണം. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരാൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു മെക്കാനിസം വേണം, കർമ്മകാര്യങ്ങൾക്ക് വേണം, ആത്മീയ കാര്യങ്ങൾക്ക് വേണം. ഇത് 3നും വളരെ പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ആയ ഒരു മെക്കാനിസത്തെ പരിചയപ്പെടുത്തിയ ഒരൊറ്റ വിഭാഗമേ ഭൂമിയിലുള്ളൂ. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇപ്പൊ കർമ്മങ്ങൾ പെർഫെക്റ്റ് ആവുന്നതിൻ്റെ ഒറ്റ വഴി മദ്ഹബുകൾ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ നിലവിലെ വഹാബികൾ പോലും ഇപ്പോൾ ആ മാർഗത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയത, അതിനൊരു മെക്കാനിസം വേണം. ആനന്ദത്തിന്റെ ഒരു പരമാനന്ദത്തിൽ മാത്രം ഇരിക്കുക, ബാങ്ക് കൊടുത്ത ഞാൻ പള്ളിയേക്കൊന്നു പോലെ ഞാൻ അള്ളാഹിനോടുള്ള ആനന്ദത്തിലാണെന്ന് പറഞ്ഞിരുന്ന കാര്യമില്ല. അതിനും വേണം ഒരു മെക്കാനിസം. അതാണ് തസവൂഫ്. തസവൂഫ് ഒരു ജ്ഞാനമേഖലയാണ്. ആത്മീയത ഏത് അളവ് വരെ? ഇഹ്യാ ഉലൂമുദ്ദീനിൽ കോപം നല്ല ഗുണമാണ് എന്ന് പറയുന്നുണ്ട്, ദേഷ്യം ഏത് അളവ് വരെ, അതാണ് പ്രധാനം. അപ്പൊ എല്ലാ മൂല്യങ്ങളെയും അതിൻ്റെ ഒരു ആത്മീയമായ ഒരു അളവിൽ ഒരു ഇഹ്സാൻ, ഇഖ്ലാസിനെ നിർണയിച്ചു തരികയാണ്. ഈമാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തതയും ഒരു പെർഫെക്ഷനും ഉണ്ടാവണം. അതിനെ പരിചയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന്. എന്തുകൊണ്ടാണത്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് വിശ്വാസമാർഗത്തിന്റെ ഒരു ശരിയായ രീതിയാണ്. അതിന്റെ തെളിവെന്താണ്? അള്ളാഹുവിനെ കുറിച്ച് സുന്നികളുടെ വിശ്വാസത്തിൽ ഈ കാലഘട്ടങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല, മലക്കുകളെ കുറിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല. നേരെ മറിച്ച് ലോകത്തെ ഏത് ബിദഅകൾ എടുത്തു നോക്കിയാലും അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വരെ നിരവധി മാറ്റങ്ങളാണ്. ഇപ്പൊ കേരളത്തിലെ മുജാഹിദുകൾ ആദ്യകാലത്ത് അള്ളാഹു താലക്ക് ദേഹം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ വിവിധ ഘട്ടങ്ങളിൽ ഊരയുണ്ട്, കൈയുണ്ട്, വലത്തെ കൈയില്ല, അടുത്ത കൈ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അള്ളാഹിനെ കുറിച്ചാണ്, അപ്പൊ പടച്ചോനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വരെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ്, സാധാരണ അറബി പയ്യനായിരുന്നു. ഇങ്ങനെ വളരെ നോർമലായ ഭാഷകൾ അവർക്ക് പറയാൻ തോന്നിയതുകൊണ്ടാണ്, അവർക്കൊരു അഖീദക്കൊരു മെക്കാനിസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഔലിയാക്കളെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ശങ്കരാചാര്യന്റെ പോലത്തെ ഒരാളാണെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി, ആ ആത്മീയത നമുക്ക് ലഭിക്കേണ്ട സോഴ്സിനെയാണ് ഇവർ ബ്ലോക്ക് ചെയ്യുന്നത്, അതിനെ നിരാകരിക്കുന്നു. ഇനി അതിനൊക്കെ അപ്പുറത്ത് അദൃശ്യമായ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദൃശ്യ വിശ്വാസങ്ങളാണ് ധാരാളം, യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. അദൃശ്യ വിശ്വാസങ്ങളെ പൂർണ്ണമായിട്ടും അതിനെ ചോദ്യം ചെയ്യുന്നൊരു പ്രവണതയുണ്ടാക്കുന്നു. ഖബറിൽ ശിക്ഷയുണ്ടാവാൻ പാടില്ല. കേരളത്തിലെ മുജാഹിദുകൾ ഇന്നും പറയുന്ന വാദങ്ങളാണ്. ചില വിഭാഗം മുജാഹിദുകൾ പറയുന്നു ഖബറിൽ ശിക്ഷയില്ല, സിറാത്ത് പാലമില്ല, മീസാനില്ല, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നോക്കൂ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, സ്ഥിരതയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൂർണ്ണമായൊരു ഫ്രെയിം വർക്കിനെ പരിചയപ്പെടുത്താൻ ലോകത്ത് സാധ്യമായിട്ടുള്ള ഒരൊറ്റ മേഖല അഹ്ലുസുന്നത്തി വൽ ജമാഅ ആയതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, എന്ന് പറഞ്ഞാൽ ലിബറലിസം പോലും അടക്കിവാണ് UK US പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ തെരഞ്ഞു വരുന്നത് ഒരു സ്പിരിച്വൽ ഇസ്ലാമിനെയാണ്. ആ സ്പിരിച്വൽ ഇസ്ലാമിന്റെ പ്രതിനിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമഇയ്യത്തുൽ. എനിക്ക് സമയമുണ്ടോ? 2 മിനിറ്റ് കൂടി ഉണ്ടോ? 2 മിനിറ്റ് കൂടി. അപ്പോൾ എന്നാൽ ഇനി നിങ്ങൾ നോക്കൂ, കേരളത്തിൽ വന്ന ലോകത്തിൽ വന്ന ബിദഅ പ്രസ്ഥാനങ്ങൾ, ലോകത്ത് വന്ന ബിദഅ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവരുടെ പിന്നിലും ഒരു പ്രചോദനം ഉണ്ടാകും. എല്ലാത്തിൻ്റെ പ്രചോദനം മതനവീകരണമായിരുന്നു. ആധുനിക കാലത്തിനനുസരിച്ച് മതം വേണ്ടത്ര പോരാ എന്നൊരു മതനവീകരണമാണ്. അത് ഖവാരിജുകൾ മുതൽ മുഅ്തസിലികൾ മുതൽ എല്ലാവരും ഉന്നയിക്കുന്ന മതനവീകരണമാണ്. കേരളത്തിലെ വന്ന മുജാഹിദുകളും ഇസ്ലാമിക് മോഡേണിസമാണ് നിലവിലെ സോഫ്റ്റ്വെയർ കേരളത്തിലെ എല്ലാ ബിദഅകളുടെയും. ഇവരൊക്കെ മതത്തെ ഒന്ന് പുനരാവിഷ്കരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മതത്തെ പുനരാവിഷ്കരിക്കണമെങ്കിൽ, ദീനിനെ പുനരാവിഷ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ദീനിന്റെ 1500 കൊല്ലത്തെ അതോറിറ്റിയോടുള്ള കണക്ഷൻ മുറിക്കണം. കാരണം ആ കണക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് പറയാൻ കഴിയില്ല. നോക്കൂ, എല്ലാ ബിദഅകളും കേരളത്തിൽ വന്നത് ആ അതോറിറ്റിയോടുള്ള ബന്ധം മുറിക്കലാണ്. മുജാഹിദുകൾ പറഞ്ഞു അതോറിറ്റിയുടെ ഒന്നാമത്തെ കണ്ണിയാണ് സ്വഹാബികൾ. ആ സ്വഹാബികൾ തന്നെ ദീനിൽ തെളിവല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുലാല മൗദൂദി പറഞ്ഞു, ഞാൻ പാരമ്പര്യവുമായുള്ള കണ്ണി മുറിച്ചു മാറ്റുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് ഇല്യാസി വന്നിട്ട് പറഞ്ഞു, ഞാൻ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയത് പിന്നെ എൻ്റെ ഗുരു റഷീദ് അഹമ്മദ് ഗംഗോഹയുടെയും അദ്ദേഹത്തിന്റെ ഗുരു അഷ്റഫ് അലി താനവിയുടെയും അധ്യാപനങ്ങൾ പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവരുടെ അധ്യാപനങ്ങളല്ലാത്തതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നല്ല. സമസ്ത രൂപീകരിച്ചിട്ട് എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷംസുൽ ഉലമയുടെ അധ്യാപനം പഠിപ്പിക്കാൻ അത് ഉണ്ടാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 13 നൂറ്റാണ്ട് ഇത് എങ്ങനെ നിലനിന്നുവോ അങ്ങനെ നിലനിർത്താൻ വേണ്ടി ആണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, എല്ലാ ബിദഅകളും ഒരു മതനവീകരണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. മതനവീകരണത്തിന്റെ പ്രശ്നം എന്താണ്? മതനവീകരണം ഓരോ നാടിനും ഓരോ സ്വഭാവമാണ്. ഇപ്പൊ നോക്കൂ, അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ നടന്ന സമയത്താണ് ദ നാഷൻ ഓഫ് ഇസ്ലാം എന്ന പേരിൽ എലീജ മുഹമ്മദിന്റെ പുതിയ മതം വന്നത്. എലീജ മുഹമ്മദ് നാഷൻ ഓഫ് ഇസ്ലാമിന്റെ പേരിൽ വന്ന ആളാ. ഇപ്പൊ ഷർമൻ ജാക്സനെ പോലെയുള്ള മുഹമ്മദ് അലിയെ പോലെയുള്ള ആളുകളൊക്കെ ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ കൂടെയാണ്. അവർ ശരിക്കും ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തു പോകുന്നൊരു കാഴ്ചപ്പാടാണ് ആദ്യം ഉണ്ടായിരുന്നത്. എലീജ മുഹമ്മദിന്റെ വാദം ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നതാണ്, പക്ഷെ ഹജ്ജൊന്നും ഉണ്ടായിരുന്നില്ല, പുതിയ വാദങ്ങൾ. അപ്പൊ ആ നാടിനും ബ്ലാക്കിനും വേണ്ടി പറ്റുന്ന ഒരു ഇസ്ലാമിനെ കേരളത്തിലെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു സെക്കുലർ കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു സെക്കുലറൈസ്ഡ് ആയ ഒരു ഇസ്ലാമിനെ, മറ്റൊരു ഇപ്പോൾ വെസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ വെസ്റ്റേൺ കൾച്ചറാണ്, അപ്പോൾ അവിടേക്ക് പറ്റുന്ന ഒരു ഇസ്ലാമിനെ. അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നം എന്താണ്? അവർ ചെയ്യുന്ന പണി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാലങ്ങൾക്കനുസരിച്ച് ഇതിനെ ദുർവ്യാഖ്യാനിക്കും പ്രമാണങ്ങളെ. മറ്റൊന്ന്, അവർ പാരമ്പര്യങ്ങളോടുള്ള ബന്ധത്തെ പൂർണ്ണമായും വേണ്ടെന്ന് വെക്കും. സ്വന്തമായ ഇജ്തിഹാദുകൾ, ഗവേഷണങ്ങൾ അവർ നടത്തും. അതുപോലെ അവർ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ യോഗ്യരായ ഇമാമുമാരോടുള്ള ബന്ധങ്ങളൊക്കെ ഇല്ലാതെയാക്കും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെ ഇതിന് സാധ്യമാവുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ അവർ വരാൻ തുടങ്ങും. എല്ലാവർക്കും ഇജ്തിഹാദിന്റെ പാറ്റന്റ് ഒക്കെ പതിച്ചു കൊടുക്കും. കേരളത്തിലെ മുജാഹിദുകളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങളെ പള്ളിയിലെ ഇമാമുമാരൊക്കെ മുജ്തഹിദുകളാണ് എന്നൊരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്തിയത് എവിടെയാണ്? ഇതിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാരണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, കാലികമായ കാരണങ്ങളായിരിക്കും. ആ പ്രസക്തി നഷ്ടപ്പെടലോടുകൂടി ആശയത്തിനും പ്രസക്തി ഇല്ലാതെയായി. ഇപ്പൊ വഹാബിസത്തിന്റെ പിറവി കൊണ്ട നാടാണ് സൗദി അറേബ്യ.
ആ സൗദി അറേബ്യയിൽ നിന്ന് വഹാബിസം എന്ന ആശയത്തെ കുടഞ്ഞൊഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് MBS മുഹമ്മദ് ബിൻ സൽമാൻ. 2018 അയാൾ വാഷിംഗ്ടൺ പോസ്റ്റിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഐഡിയോളജി മദ്ഹബിനെ ഫോളോ ചെയ്യലാണ്, വഹാബിസം ഞങ്ങളുടെ ഐഡിയോളജി അല്ല, അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രചരിപ്പിച്ചതാണ്. സത്യത്തിൽ അതിനെ കുടഞ്ഞൊഴിവാക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലുള്ള ആൾക്കാരൊക്കെ കൊണ്ട് ഒരു ലിബറൽ മുഖത്തെ അവർ ഉണ്ടാക്കുന്നത്. 2032 വേൾഡ് കപ്പ് കൊണ്ടുവരുന്നത് ഈ വഹാബി എന്നൊരു വിഴുപ്പ് വാണ്ടത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത്, എല്ലാ ബിദഈ പ്രസ്ഥാനങ്ങൾക്കും അവരവരുടെ ചില താൽക്കാലികമായ സാമൂഹിക താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒക്കെ ആയിരിക്കും. ആ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാന ശ്രമങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഇത്തരം മതനവീകരണ ശ്രമങ്ങൾ ഇസ്ലാമിന് പൂർണ്ണമായിട്ടും അപകടമാണ്. ഓക്കെ, വെരി ഗുഡ്. നന്നായി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ തനിമയെക്കുറിച്ച് മിസ്റ്റർ വൈസി സൂചിപ്പിക്കേണ്ടായി. വഹാബിസം എന്ന് പറയുന്നൊരു വിഴുപ്പ് ഭാണ്ഡം, ഒരു മലിനമായൊരു ആശയം ഒഴിവാക്കാൻ വേണ്ടി ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവസാനമായി അദ്ദേഹം പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ പ്രവർത്തകർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഇതിലും വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു സംശയം എന്ന് പറയുന്നത്, കേരളത്തിലെ അവാന്തര വിഭാഗം ബിദഈ പ്രസ്ഥാനക്കാരും സുന്നി ആശയധാരയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം തവസ്സുൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടാണ്. അള്ളാഹു എന്ന് കരനാടിയുടെ അടുത്താണ്, ഏറ്റവും അടുത്താണ്, ചെരുപ്പിൻ്റെ വർണ്ണേക്കാൾ അടുത്താണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഒരു ഈ തർക്കമുള്ള തവസ്സുൽ തന്നെ നമ്മൾ വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന് എങ്ങനെയാണ് കൃത്യമായൊരു മറുപടി പറയാൻ? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലും ശരിക്കൊരു രാഷ്ട്രീയമായ അജണ്ട ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ തവസ്സുൽ, ഇസ്തിഗാസ, തബറുക്ക്, ഇങ്ങനെ ഈ ആത്മീയ വ്യക്തിത്വങ്ങളുമായി മഹത്തുക്കളുടെ മഹാത്മ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ വഹാബികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതിന് അടിസ്ഥാന കാരണം എന്താ? ഈ മഹത്തുക്കളെ മഹത്തുക്കളായിട്ട് കാണാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നല്ല. ഈ മഹത്തുക്കളിൽ ആര് പെടുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെടുന്നുണ്ട്. അപ്പൊ നബിതങ്ങളെ പോലും ആ മഹത്വത്തിന്റെ പൊസിഷനിലേക്ക് കാണാൻ സാധ്യമാകാതെ വരുന്നത് കൊണ്ടാണ് ഞാനും പടച്ചോനും പോരെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുന്നത്. പടച്ചോൻ പോലും നമ്മോട് പറഞ്ഞത് ഞാനും നിങ്ങളും പോരാ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബിൻ, ഓലും കൂടി വേണമെന്നാ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു തആല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഓരോ നിമിത്തങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം നിമിത്തങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മറക്കപ്പുറത്തുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കണ്ണിന് അല്ലാഹു തആല ഒരു സ്വഭാവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഏതൊരു കാര്യങ്ങളാണെങ്കിലും അത് ഒരു നിമിത്തത്തിന്റെ പിറകിലാണ് പൊതുവെ ഭൂമിയിൽ നടക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് സവിശേഷമായൊരു ബർക്കത്ത് ചെയ്യാനും അല്ലാഹു തആല നിമിത്തങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മസ്ജിദുൽ ഹറാമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇബ്രാഹിം മക്കാമിൻ്റെ അവിടെ പോയി നിന്ന് ദ്വാരന്നാൽ പ്രത്യേകം കൂലിയിട്ടെന്ന് പറയാം. പാത്തിയുടെ കഅബയുടെ പാത്തിന്റെ അടിയിലും ദ്വാരന്നാൽ നിങ്ങൾക്ക് പ്രത്യേക ഉത്തരം കിട്ടുമെന്ന് പറയാം. ദുൽഹിജ്ജ 9 ദുഹുർ മുതൽ വൈകുന്നേരം വരെയുള്ള മണിക്കൂറുകളുടെ ഉള്ളിൽ നിങ്ങളവിടെ പോയി ദ്വാരന്നാൽ ഉത്തരം കിട്ടുമെന്ന് പറയാം. എന്തിനാ അങ്ങനെ ഡിമാൻഡ് വെക്കുന്നത്? ശരിക്കും ഇബ്രാഹിം മക്കാമിന്റെ അവിടെ പോയിട്ട് ദ്വാരക്കുള്ള പണി എത്ര നിസ്കരിക്കാൻ? ഒക്കെ പടച്ചോന്റെ മസ്ജിദുൽ ഹറാം തന്നെയല്ലേ. അല്ലാഹു തആല എവിടെങ്കിലും ഒന്ന് പോയി നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോരെ? ആ മക്കാം ഇബ്രാഹിമിന്റെ അവിടെ നിന്നുള്ള നിസ്കാരം തന്നെ എനിക്ക് കിട്ടണം എന്നൊരു വാശിയൊക്കെ എന്തിനാ പടച്ചോന്? നമുക്ക് ആർക്കെങ്കിലും അവിടെ പോയാൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ ഈ ടൈമിലൊക്കെ. പക്ഷെ അല്ലാഹു തആല തന്നെ പറയാം. എന്തുകൊണ്ടാ? ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ മഹാന്മാരുടെ മഖ്ബറയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം പതിഞ്ഞ മണ്ണാണ് മഖാം ഇബ്രാഹിം. അപ്പൊ അതിന് അങ്ങനെ ഉള്ള സ്ഥലങ്ങൾക്ക് അല്ലാഹു തആല ഒരു നിമിത്തമായി നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ നിമിത്തമായി നിശ്ചയിക്കുകയാണ്. അപ്പൊ സ്ഥലങ്ങളെ അല്ലാഹു തആല നിമിത്തമാക്കിയിട്ടുണ്ട്, സമയങ്ങളെ നിമിത്തമാക്കിയിട്ടുണ്ട്, വസ്തുക്കളെ നിമിത്തമാക്കി. ഹജറുൽ അസ്വദ് ഒരു വസ്തുവാണ്. ഇപ്പോ സ്ഥലമാണ്. ഇപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ ബാറക്കനാ ഹൗലഹു. അതിന്റെ കാരണം ഒരുപാട് സ്വാലിഹ്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള. ഇതുപോലെ വ്യക്തികളെയും അല്ലാഹു തആല നിമിത്താക്കിയിട്ടുണ്ട്. ഈ വ്യക്തികളെ നിമിത്തമായി അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനം. ഈ ചോദ്യത്തിന്റെ നമ്മൾ ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അങ്ങനെ ചില വ്യക്തികളെ നിമിത്തമായിട്ട് മനുഷ്യന്മാർക്ക് നന്മകൾ കൊടുക്കുന്നുള്ളത് ഖുർആന്റെ അധ്യാപനമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പൊ ബനു ഇസ്രായേലുകാർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഖുർആൻ പറയുന്നുണ്ട്, അവരൊരു പെട്ടി മുമ്പിൽ വെക്കും. എന്നിട്ട് ആ പെട്ടി മുമ്പിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവർക്ക് യുദ്ധത്തിൽ ജയം ഉണ്ടാകും. ആ പെട്ടിയിൽ പീരങ്കിയൊന്നല്ല, പീരങ്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. ആ പെട്ടിയിലുള്ളത് ബഖിയ്യത്തും മിമ്മാ തറക്ക ആലു മൂസ എന്നാണ്. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെ കുടുംബത്തിന്റെ ശേഷിപ്പുകൾ, ആദം നബിയുടെ ചീർപ്പ്, മൂസാ നബിയുടെ വടി, തൗറാത്തിന്റെ ഒരു കഷ്ണം, ഇതൊക്കെയാണ് അതിലുള്ളത്. അത് മുമ്പിൽ വെച്ച് യുദ്ധം ചെയ്താൽ അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞു, സക്കീനത്തും മിർ റബ്ബിക്കുന്ന, പടച്ചോന്റെ ഭാഗത്തുള്ള സമാധാന പെട്ടിയിലുണ്ടെന്നുള്ള. എന്തുകൊണ്ട് അത് അല്ലാഹു തആല പറയുന്നു? മഹത്തുക്കളുടെ ആസാറുകളിൽ നിന്നാണ് മറ്റു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല നിഅമത്തുകളുടെ വാതികൾ തുറന്നു കൊടുക്കുന്നത്. അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എങ്ങനെയാ?
യൂസുഫ് നബി പറയാണ് ഇദ്ഹബു ബി ഖമീസി ഹാദാ, ഈ ജുബ്ബ കൊണ്ടുപോയിട്ട് ഉപ്പാന്റെ മുഖത്തിടണം. ആ ജുബ്ബ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും കുപ്പായം കൊണ്ടുപോയിക്കോളി എന്നല്ല പറഞ്ഞത്, ഈ കുപ്പായം എന്നാണ്. ആ കുപ്പായത്തിന് പ്രത്യേകതയുണ്ട്. തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോൾ പുതപ്പിച്ചു കൊടുത്തൊരു കുപ്പായമായിരുന്നു അത്. അപ്പൊ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകളിലാണ് അള്ളാഹു താല ബറക്കത്തുകൾ ഒളിപ്പിച്ചിട്ടുള്ളത്. ഒരു നാടും അങ്ങനെയാണ്, അതും ഖുർആൻ പറഞ്ഞാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഒരു നാട്ടിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അവതരിക്കണമെങ്കിലുള്ള മാനദണ്ഡം ആ നാട്ടിൽ സ്വാലിഹീങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തെ മുൻനിർത്തിയിട്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളോട് നമ്മൾ സഹായാഭ്യർത്ഥിക്കുന്നത്. അതല്ല, അപ്പൊ ഈ ഒരു ഉള്ളടക്കത്തെ മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹു അല്ലാത്തവരോട് നിബിതങ്ങളോട് ചോദിക്കുന്നു എന്ന് പറയാം. ഒരു മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താ? സ്വർഗ്ഗല്ലേ. ആ സ്വർഗ്ഗമാണ് റബീഅ റളിയല്ലാഹുവിന് വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗ്ഗല്ല, സ്വർഗ്ഗത്തിലെ നിബിതങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവണം. അപ്പൊ റസൂലുള്ള ശരിക്കും മുജാഹിദിന്റെ ലോജിക്ക് അനുസരിച്ച് റസൂലുള്ള എന്താ പറയേണ്ടത്? മോനെ അതിനോട് ചോദിക്കല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത് പടച്ചോന്റെ കാര്യമാണ്, വേറെ എന്തെങ്കിലുമൊക്കെ വേണം ഞാൻ തരാന്നല്ല പറയേണ്ടത്. നിബിതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ 12 വയസ്സുള്ള റബീഅ റളിയല്ലാഹു അൻഹുവിന് വാഗ്ദത്തം കൊടുക്കുകയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്ര സമയങ്ങളിൽ വന്നിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാവുക വളരെ പ്രധാനമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്നയാണ്. എങ്ങനെ നബി തങ്ങൾ എങ്ങനെ നടന്നു അങ്ങനെ നടക്കുന്ന ആളാണ്. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോഴാണ് കാലൊന്ന് കോച്ചി പോയത്. ഇമാം ബുഖാരി ഉള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, കാല് കോച്ചിയപ്പോൾ കൂടെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീന, പണ്ഡിതനാ, പറഞ്ഞു കൊടുത്തു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പേര് പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് പേര് പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോൾ ആ കാലിന്റെ വേദന മാറിപ്പോയി എന്നാണ്. നോക്കൂ, ഇത് പഠിപ്പിക്കണതാരാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇവർക്ക് എവിടുന്ന മുൻ മാതൃക? ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ അങ്ങനെ പറയണമെന്ന്? ഇനി അവസാനിപ്പിക്കാൻ പറയട്ടെ. ഒരാൾ വന്നിട്ട് നബി തങ്ങളോട്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കണ്ണിന് കാഴ്ച വേണം. അപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? നീ വുളു എടുത്തിട്ട് വാ. എന്നിട്ട് വുളു എടുത്തിട്ട് അയാൾ അടുത്ത് വന്നിരുന്നിട്ട് ദ്വാരക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. നീ ഇങ്ങനെ ദ്വാരക്ക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിനോടുള്ള ദ്വായാണ്. അവിടെയാണ് യാ മുഹമ്മദ്, ഓ നബിയെ, നിങ്ങളെ കൊണ്ട് ഞാൻ പടച്ചവനോട് ആവശ്യപ്പെടുന്നു എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യത്തിൽ ശഫായത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് ഈ ആളുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ? അള്ളാഹുവേ, എൻ്റെ കൂട്ടുകാരന് കാഴ്ച കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ? വളരെ സിമ്പിൾ. അത് പറയുന്നതിന് പകരം നബിതങ്ങൾ തന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമുക്കൊക്കെ ഒരു പാടുണ്ടാവാനാണ്. നോക്കൂ, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് റസൂലിനെ നിമിത്തമാക്കിയത്. അത് റസൂലിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ നിമിത്തങ്ങളായി സ്വീകരിക്കുന്നത് അള്ളാഹുവിന് വളരെ വലിയ ഇഷ്ടമാണ്. ആ ഒരു ഫിലോസഫിയാണ് നമ്മൾ ഇതിൽ കൊണ്ടുനടക്കുന്നത്. മാഷാ അല്ലാഹ്, വളരെ പ്രാമാണികമായി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. വയസ്സ് പ്രത്യേകം നന്ദി അറിയിക്കണം. ഇനി ഒരു വിഷയാവതരണം കൂടിയുണ്ട്. അതിനുശേഷം അനുബന്ധമായ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായുള്ള മറുപടി പാനലിസ്റ്റുകളിൽ നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസി താനൂർ, പ്രഗത്ഭനായ ചിന്തകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ സാദിഖ് ഫൈസി നമ്മൾ സംവദിക്കും. ഇവിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വളരെ മാന്യമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇസ്ലാമിക സംവിധാനത്തിനകത്ത് അഹ്ലുസുന്ന വൽ ജമാഅ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നും എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ മുഖ്യധാരയായി അഹ്ലുസുന്ന നിലകൊള്ളുന്നത് എന്നും ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും കേരളത്തിലെ മുഖ്യധാര ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന അഹ്ലുസുന്ന വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം മുഖ്യധാരയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം എന്ന് പറയുന്നത് എന്താണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്ന് പറയുന്നത് എന്താണ് എന്നതുകൂടി പറയുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തും എന്നതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഓരോ കാലഘട്ടത്തിലും മുജ്തബ ഫൈസി പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായി ഞാൻ പറയുകയാണ്. ഓരോ കാലഘട്ടത്തിലും ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഖവാരിജുകൾ എന്ന് പറയുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ, ആസ്വദിക്കാൻ
ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സ്വഹാബികൾക്ക് നേരെ സ്വഹാബികൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിച്ചു വന്നിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ മുഖ്യധാരയുടെ നിലപാട് ശരിയല്ല എന്ന, സ്വഹാബികളുടെ മഹാഭൂരിപക്ഷത്തിന്റെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ, സ്വഹാബികളിലെ മഹാപ്രമുഖരെ പിടിച്ചിട്ട് അവർ കാഫിറുകളാണ്, അവർ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ അതിതീവ്ര കക്ഷികളായിരുന്നു ഈ ഖവാരിജുകൾ എന്ന് പറയുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടായതായി കാണാം. പിന്നീട് മുഅ്തസിലികൾ, ജഹ്മികൾ, ജബിരികൾ, ഇങ്ങനെ ഓരോ ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ അപൂർവമായി കേൾക്കുന്ന ഒരുപാട് കക്ഷികൾ വന്നു പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇടയിൽ എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്ന വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, അഹ്ലുസുന്ന വൽ ജമാഅക്ക് സുന്നികൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു നിലപാടില്ല എന്നതാണ്. എന്താണ് വിശുദ്ധ ഇസ്ലാം? ഈ വിശുദ്ധ ഇസ്ലാമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പോൾ 5 നേരത്തെ നിസ്കാരം, അത് 5 നേരത്തെ നിസ്കാരം, അത് തന്നെയാണ് സുന്നികളുടേത്. അതിനിടക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, അല്ല ഇത് 5 നേരമല്ല 3 നേരമാണ്. അപ്പോൾ സുന്നികൾ ഇടപെടും, അല്ല ഇതുവരെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നിലപാടാണ് ഉണ്ടായിരുന്നത്, 5 നേരത്തെ നിസ്കാരം. അതിനിടക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇത് പറ്റില്ല, 3 നേരത്തെ നിസ്കാരം മതി. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅക്ക്, സുന്നികൾക്ക് ഒരു ഫിലോസഫി ഉണ്ടായി, 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഘടകമാണ്. അത് സുന്നികളുടെ ആർഗ്യുമെന്റാണ്, വാദമാണ്. അതിനിടയിൽ ഒരു ടീം വന്ന് പറയുകയാണ്, ഇതാ സ്വഹാബികൾക്കിടയിലെ പ്രമുഖരായിട്ടുള്ള അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നീ ആളുകൾക്ക് മുമ്പ് അലി ഇബ്നു അബി ത്വാലിബാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ലീഡർഷിപ്പിൽ വരേണ്ടത് എന്ന് ആ സ്വഹാബികൾ വഫാത്തായി പോയതിനു ശേഷം, അവരുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു ടീം വന്ന് വാദിക്കുകയാണ്, അല്ല അലിയാരായിരുന്നു ഇവരുടെയൊക്കെ ഈ 3 പേരുടെയും മുമ്പ് വരേണ്ടിയിരുന്നത്. അന്നോളം തർക്കമില്ല. അത് ക്രമേണ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, ഉമർ റളിയല്ലാഹു അൻഹു വന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. അതനുസരിച്ച് അങ്ങനെ പോകേണ്ടതാണ്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു, ഇതാണ് റൂട്ട്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, അല്ല അലിയാരാണ് മുന്നിൽ വരേണ്ടത് എന്ന് ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, മുസ്ലിം മുഖ്യധാര, ഇസ്ലാമിക സമൂഹം അതുവരെ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു ആശയം, ആ ആശയത്തിന് വിരുദ്ധമായിട്ട് പുതുതായി ഒരു വാദം വരുന്നു, അലി റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒന്നാമനായി വരേണ്ടത് എന്ന ഒരു വാദം വന്നു കഴിഞ്ഞാൽ അവിടെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടുണ്ടാകും. അല്ല, ക്രമപ്രകാരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇത് തന്നെയാകുന്നു നിലപാട് എന്ന് ഓരോ കാലഘട്ടത്തിലും, അഥവാ സുന്നികളുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട്, സുന്നികളുടെ അഹ്ലുസുന്നയുടെ ആശയം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ആശയം 1 by 1 ആയിട്ട് ആദ്യമേ ക്രോഡീകരിക്കപ്പെടുകയല്ല. ഓരോ കാലഘട്ടത്തിലും ബിദ്അത്തിന്റെ കക്ഷികൾ പുതിയ പുതിയ വാദങ്ങളുമായിട്ട് രംഗത്ത് വരുമ്പോൾ ആ പുതിയ പുതിയ വാദങ്ങളെ അതത് കാലഘട്ടത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം മുഖ്യധാരയുടെ, ഇസ്ലാമിക സമൂഹത്തിന്റെ വാദങ്ങൾ, നിലപാടുകൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പൊ സ്വാഭാവികമായും 20-ാം നൂറ്റാണ്ടിൽ പുതിയ പുതിയ കക്ഷികൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ വാദങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ പുതിയ വാദങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന വാദങ്ങൾ പഴയ കാലത്ത് പലരും വാദിച്ചു പോയതായിരിക്കാം, പക്ഷെ പുതിയ തലമുറയ്ക്ക് അത് പരിചയമുണ്ടാകില്ല. ഇപ്പൊ ഉദാഹരണം, ജിന്നുകളെ കുറിച്ചുള്ള വാദം. ജിന്നുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രത്യേക എക്സിസ്റ്റൻസ് ഇല്ലാത്ത, പ്രത്യേക അസ്തിത്വമില്ലാത്ത ഒരു ആശയമാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അതുപോലെ കറാമത്തുകളെ നിഷേധിക്കുക, മുഅ്ജിസത്തുകളെ നിഷേധിക്കുക, അതുപോലെയുള്ള ഒരുപാട് ആശയങ്ങൾ, ദൈവത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇതൊക്കെ മുമ്പ് കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ പുതിയ കാലഘട്ടത്തെ ഇടക്കാലത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ക്രാന്തദർശികളായ പരിപക്വരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹിജ്റ 5-ാം നൂറ്റാണ്ടിനു ശേഷം രംഗത്ത് വന്നിട്ടുള്ള ഒരു വലിയൊരു പടയണിയുണ്ട്. ലഹു ബി ളുറായാത്തിൽ ഉലാമ അയിമ്മത്തിൻ ശുമൂസുൽ ഹുദാ തഅദാദുഹും ലൈസ തുഹ്സറു എന്ന് പറയപ്പെടാവുന്ന വിധത്തിൽ നേരിന്റെ, നന്മയുടെ സൂര്യചന്ദ്രന്മാർക്ക് തുല്യമാകുന്ന വിധത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രത്തോളം വരുന്ന മുസ്ലിം പണ്ഡിത നിരയുടെ ഒരു വല്ലാത്ത നൈരന്തര്യത്തിന്റെ ഇടയിലെ ബിദ്അത്തിന്റെ ഒരുപാട് വാദങ്ങൾ മണ്ണിട്ട് മൂടപ്പെടുകയുണ്ടായിട്ടുണ്ട്.
അത് സ്വാഭാവികമായിട്ടും 19-ാം നൂറ്റാണ്ടിനു ശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇടക്കിടക്ക് മുളച്ചു പൊന്താൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായും ആ സമയത്ത് അഹ്ലുസുന്നയുടെ കേരളത്തിലെ പ്രതിരോധ നിര, അഹ്ലുസുന്ന എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കുറിച്ച് പറയാറുള്ള ഒരു വാദം തന്നെ, ഇവര് സമസ്തക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കൂല, ഉള്ളതിനൊക്കെ എതിർക്കാൻ നിൽക്കും, ഉള്ളതിനൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പൊളിക്കാൻ നടക്കും. ഈ പൊളിക്കുക എന്നുള്ളത് ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. പൊളിക്കുക, ഒന്ന് പൊളിഞ്ഞാലേ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് ഈ പ്രകൃതിയുടെ ഒരു സത്യമാണ്. ഈ പ്രകൃതിയിൽ ഇവിടെ ഒരു പാറ കഷ്ണമുണ്ടെങ്കിൽ ആ പാറയുടെ പൊളിയാണ് ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണം. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട് എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രതിരോധമാണ്. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി പലതിനെയും സംഹരിക്കേണ്ടി വരും. ആ സംഹാരം മറ്റൊന്നിന്റെ നിർമ്മാണമായി വരും. അപ്പൊ സ്വാഭാവികമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം ഘട്ടം മുതൽ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് അതത് കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മോഡേണിറ്റിയുടെ വരവിനു ശേഷം, വഹാബിസത്തിന്റെ ആഗോളതലത്തിലുള്ള വരവിനു ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള പുതിയ വാദങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ മുജ്തബ ഫൈസി ഇവിടെ സൂചിപ്പിച്ചു, ഈജിപ്ത് കേന്ദ്രീകരിച്ച്, ഈജിപ്തിൽ മുഹമ്മദ് അബ്ദ, റഷീദുർ ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ 3 പേരുടെ ചിന്താധാരയിൽ നിന്നാണ് പിൽക്കാലത്ത് മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ കുത്തിത്തിരിപ്പുകളും ഉണ്ടായിട്ടുള്ളത്. അത് വഹാബിസം എന്ന് പേരിട്ടാലും, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേരിട്ടാലും, ജമാഅത്തെ ഇസ്ലാമി എന്ന് പേരിട്ടാലും, മുസ്ലിം ബ്രദർഹുഡ് എന്ന് പേരിട്ടാലും, ഇഖ്വാനികൾ എന്ന് പേരിട്ടാലും, ഇതിൻ്റെയൊക്കെ സോഴ്സുകളായിട്ട് വരുന്നത് ഈ ഈജിപ്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ത്രിമൂർത്തികളുടെ ഈ അടുപ്പിൻ കല്ലിൽ നിന്നാണ്. ഈ 3 അടുപ്പിൻ കല്ലുകൾക്കകത്ത് നിന്നാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതത് കാലങ്ങളിൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ഓരോന്നായി ഉയർത്തുന്ന വാദങ്ങൾ, ഒരു ഘട്ടത്തിൽ അത് വഹാബികളായിരുന്നു, അത് മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരിൽ വന്നു, പിന്നീട് ജമാഅത്തെ ഇസ്ലാമി വന്നു, പിന്നീട് ചേകനൂര് വന്നു, വിവിധ ത്വരീഖത്തുകളുടെ പേരിൽ വിവിധങ്ങളായിട്ടുള്ള വ്യാജ ബിംബങ്ങൾ വന്നു, തീവ്രവാദ സംവിധാനങ്ങളുടെ മുഖമൂടികൾ അണിഞ്ഞു വന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ബിദ്അത്തിന്റെ സംവിധാനങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ള ഒരു പ്രതിരോധ നിരയുടെ ഒരു ഡ്യൂട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കണ്ട കാലമത്രയും ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, വളരെ രസകരമായി നല്ല ഉദാഹരണങ്ങളുടെ ഈ വിഷയത്തെ നന്നായി സമീപിച്ചു ബഹുമാനപ്പെട്ട സാദിഖ് ഫൈസി. കേരളത്തിൽ വിവിധ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ. നമ്മുടെ പ്രവർത്തകൻ ചോദിച്ചിട്ടൊരു ചോദ്യം, 1940കളുടെ മധ്യത്തിൽ അബുല്ലാല മൗദൂദിയുടെ ആശയധാരയുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത മൗദൂദിസം, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരൊക്കെ ഇട്ട് അത് ആളുകൾക്കിടയിൽ ഒരുപാട് സംശയങ്ങൾ ജനിപ്പിച്ചിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം. ഒരു ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ എതിർക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നൊന്ന് പിൻ പോയിന്റ് പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തകന്റെ ചോദ്യമാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുല്ലാല മൗദൂദിയാണ്. അബുല്ലാല മൗദൂദി എന്ന അടിത്തറയിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി വരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇസ്ലാമാകുന്ന മാലയെ ഞാൻ എൻ്റെ കഴുത്തിൽ നിന്നിതാ പൊട്ടിച്ചെറിയുന്നു എന്ന് 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് അബുല്ലാല മൗദൂദി. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വാദങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി എത്ര കണ്ട് സെക്കുലർ ആകാൻ ശ്രമിച്ചാലും മൗദൂദി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് അവർക്ക് മുക്തമാകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ മൗദൂദി കൊണ്ടുവന്നതാകട്ടെ യഥാർത്ഥത്തിൽ മുമ്പ് കാലഘട്ടത്തിൽ ഈ പറയുന്ന ഖവാരിജുകളെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വാദങ്ങൾ. ഇപ്പോൾ ഇസ്ലാമിൽ ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടുന്നത് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, ഹുക്കൂമിയത്ത് വാദം, മതരാഷ്ട്രവാദം, ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദൈവിക സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനത്തിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവർക്കും വളരെ മനോഹരമായി തോന്നുന്ന ഒരാശയമാണ്. പ്രത്യേകിച്ച് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യവാദികൾ ജനാധിപത്യം വേണമെന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വേണമെന്ന് പറയുന്നു, ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ രാഷ്ട്രം വേണമെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമിസ്റ്റിന് എന്തുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നുള്ള
ഒരാശയമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നമ്മൾ തെറ്റുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മുസ്ലിമിന്റെ മതം പെർഫെക്റ്റ് ആകണമെങ്കിൽ, ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ മതരാഷ്ട്രം കൂടിയേ തീരൂ എന്നതാണ്. മതരാഷ്ട്രം കൂടി, ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ ഒരു മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനാകില്ല എന്നുള്ള ഒരു തെറ്റായ വാദം ജമാഅത്തെ ഇസ്ലാമി ഇന്നും, ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വരണം, അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണെങ്കിൽ ലോകത്ത് ജനിച്ചു മരിച്ചു പോയ അനേകായിരം പരസഹസ്രം മനുഷ്യരെ, പരസഹസ്രം മുസ്ലിങ്ങളെ, അവരുടെ ഇസ്ലാം പൂർണ്ണമായില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടു കേട്ട് അനുഭവിച്ച മഹാന്മാരായ സ്വഹാബികളുടെ മഹാഭൂരിപക്ഷം പോലും വരും. ഇന്നും നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണോ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത്, അല്ല അമുസ്ലിം രാജ്യങ്ങളിലാണോ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരവും കണക്ക് പ്രകാരവും ഇസ്ലാമിക ഭരണം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിം രാഷ്ട്രങ്ങളിലല്ല ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് എന്നതാണ്. മറിച്ച് അനിസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് നമ്മൾ പറയുന്ന, സെക്കുലർ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിലാണ് ഇന്നും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് പറയേണ്ടി വരും. അവരുടെയൊന്നും ഇസ്ലാം പൂർണ്ണമല്ല എന്നുള്ള അപകടകരമായ ഒരു വാദം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നു. മതരാഷ്ട്രവാദമാണ് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് ജമാഅത്തെ ഇസ്ലാമി തിരുത്തിയിട്ടില്ലേ? ആ ഒരു ആശയം അത് തെറ്റാണെന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ അത് പിന്നെ രാഷ്ട്രീയമായി തന്നെ പ്രശ്നമാണെന്നുള്ള തിരുത്തിയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി ഹുക്കൂമത്തെ ഇലാഹി എന്ന ടേമിന് പകരം മറിച്ച് ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ നിലനിൽപ്പ് എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. പിൽക്കാലത്ത് തിരുത്തി എന്ന് പറഞ്ഞിട്ട് വാദിക്കാൻ ശ്രമിച്ചത്, പേര് മാറ്റിയിട്ടുള്ളൂ. എങ്കിൽ പോലും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ IPH ഉൾപ്പെടെയുള്ളവർ പ്രിന്റ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ലാസ്സുകളിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം, ഈ ആശയം തിരുത്തിയിട്ടില്ല. ഏത്? ഒരു മുസ്ലിമിന് ഇസ്ലാമിക ഇസ്ലാം പെർഫെക്റ്റ് ആകണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് വേണം. നേരത്തെ ഇവിടെ മുബശ്ശിർ തങ്ങൾ, ഞാനത് കൂടുതൽ വിശദീകരിക്കാത്തത്, മുബശ്ശിർ തങ്ങൾ ഇവിടെ നേരത്തെ പ്രഭാഷണം നടത്തിയ സന്ദർഭത്തിൽ മൗദൂദി സാഹിബ് അന്നത്തെ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുമ്പിൽ, കമ്മീഷന് മുമ്പിൽ അദ്ദേഹം വെച്ചിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിഷയമൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് മൗദൂദി സാഹിബ് ഇന്ത്യക്കാരനാണല്ലോ. ഇന്ത്യ പാക് വിഭജനത്തിൽ എന്ത് ചെയ്തതാണ്? പാകിസ്ഥാനിലേക്ക് പോയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇസ്ലാം പൂർണ്ണമായ ഒരു രാഷ്ട്രം കിട്ടി എന്നതാണ്. ഇസ്ലാം പൂർണ്ണമായ ഒരു രാഷ്ട്രത്തിൽ ഞാൻ എത്തിപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിന്റെ ഭയങ്കര സന്തോഷം. ആ സന്തോഷമാണ് അത് ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുകൊണ്ട് നമ്മളത്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ സ്ഥാപകനെ ഇവർ പുതിയ ആളുകൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. മൗദൂദി ഞങ്ങളുടെ പിന്നെ ആദർശം അംഗീകരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ആദർശം അംഗീകരിക്കുന്നില്ല പറഞ്ഞു പോയാൽ അദ്ദേഹം വലിയ അപകടം. ഓക്കെ, ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ മൂന്നാളുകളുടെയും വിഷയാവതരണങ്ങളുമായി അനുബന്ധമായി ഓരോന്നോരും നമുക്ക് പെട്ടെന്ന് എടുത്ത് ഡിസ്കസ് ചെയ്യാം. മുജാഹിദുടെയാണ് ചോദ്യം. സുന്നി ആശയങ്ങളെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയുണ്ടായി. ഒരു പ്രവർത്തകന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്, സുന്നി ആശയങ്ങളിൽ കണിശത കാണിക്കുക എന്നത് മുൻഗാമികളുടെ രീതി ആയിരുന്നില്ല എന്നൊരു പ്രസംഗത്തിൽ കേട്ടു. അത്രേ അതിൻ്റെ ഒരു വസ്തുത എന്താണ്? നമ്മൾ അത്രയും കടുപിടുത്തം എടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാലത്ത് ഒരു കണിശത വേണമെന്നുള്ള ചോദ്യം. ഈ സുന്നി ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ നമ്മൾ കണിശത വേണോ, ഓരോരുത്തർക്കും കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി കൊടുത്തൂടെ എന്നൊരു താല്പര്യമാണ്. പല ആളുകൾക്കും ജോലി, ജീവിതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും കാരുണ്യത്തിൻ്റെ മുഖം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളി പോയി പൊളിക്കാനും കത്തിക്കാനും അവിടെ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ സ്ഥാപിക്കാനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയെക്കുറിച്ച് ഖുർആൻ പറയാം, വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, ലാ തഖും ഫീഹി അബദൻ. ആ പള്ളിയിൽ ഒരിക്കലും നബിയെ നിങ്ങൾ പോയി നിസ്കരിക്കാൻ പാടില്ല. മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയിട്ട് നബി തങ്ങളോട് വന്നിട്ട് ഒരു പറഞ്ഞ വാക്കുണ്ട്, നബിയെ നിങ്ങളൊന്ന് വന്ന് നിസ്കരിക്കണം, നിങ്ങളെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ്
നിങ്ങളൊന്ന് നിസ്കരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന ഒരു 4 അംഗ സംഘത്തെ പറഞ്ഞയച്ചിട്ട് ആ പള്ളി പോയി കത്തിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. ഇതൊരു പക്ഷേ നബിതങ്ങളുടെ കാരുണ്യമുഖം പറയുന്ന ആൾക്കാർ ഇത് പറയാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നബിതങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെക്കുലർ ഇസ്ലാമിന്റെ മുഖത്ത് നിന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ പറയാലോ, ഓലും അവിടെ നിസ്കരിക്കുകയാണല്ലോ, അത് പള്ളിയെ വഖഫ് ചെയ്തിക്കണല്ലോ, സുജൂദല്ലേ, ഒന്നുമില്ലെങ്കിൽ കാരല്ലേ, പറയാമായിരുന്നു. പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മളുണ്ടല്ലോ ഈ തെന്നെ എറിഞ്ഞ ഒരാൾക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുത്ത റസൂലുള്ളാഹി തങ്ങളാണ് ഒരു പള്ളി കൊണ്ടുപോയിട്ട് പൊളിക്കാനും കത്തിക്കാനും ആവശ്യപ്പെട്ടത്. ഒരൊറ്റ താല്പര്യമായിരുന്നു ആദർശം. അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഖുബാ പള്ളിയോട് ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് ഖുബാ പള്ളിയോടുണ്ടായൊരു താല്പര്യക്കുറവും ആയിരുന്നു യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാനുള്ള കാരണം. അതാണ് മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ വരുന്ന ആളുകളെ കത്തിച്ചു കളയുക എന്ന, അവരുടെ അടയാള മുദ്രകളെ കത്തിച്ചു കളയുക എന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഉടനെ നമുക്കൊക്കെ അറിയുന്നതാണ്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, 3 വിഭാഗമായി മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് പോയി, മറ്റൊരു വിഭാഗം ആളുകൾ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു, വേറൊരു വിഭാഗം ആളുകൾ കള്ളപ്രവാചകന്മാരെ കൂടെ പോയി, ഞങ്ങൾക്ക് എപ്പോഴും പ്രവാചകം വേണം, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേ ഉള്ളുവെങ്കിൽ അതിൻ്റെ കൂടെ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധിച്ചു. അവർ പറഞ്ഞ എന്താ, ഞങ്ങൾ റസൂലുള്ളാഹിക്ക് സക്കാത്ത് കൊടുക്കുള്ളൂ, ഖുർആനാ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹി, നബിയെ നിങ്ങൾ സക്കാത്ത് വാങ്ങണം എന്നാ പറഞ്ഞിരിക്കുന്നത്, റസൂലുള്ളാഹിക്ക് കൊടുക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിനെ സ്ഥാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലത്തെ പ്രബോധനത്തിന് ശേഷം വഫാത്തായ ശൂന്യത, ആ ശൂന്യത നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അവിടെ ഇനിയൊരു നാഥനില്ല, രാഷ്ട്രീയമായി സാമൂഹികമായി എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയുള്ളൊരു സമയം. ആ ഒരു സമയത്ത് ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ശത്രുക്കൾ പറയില്ല, കണ്ടോ നബി പോയപ്പോഴേക്ക് ഇവർ തമ്മിൽ ആഭ്യന്തര കലഹം തുടങ്ങിയെന്ന് പറയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം സക്കാത്ത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധത്തിന് പുറപ്പെട്ടു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എല്ലാ സിദ്ദീഖ് തങ്ങളെ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ, ഓരോടെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു, നോക്കൂ, 2 കൂട്ടർക്കും തെളിവുണ്ട്, 2 കൂട്ടരുടെ പക്കലും നയമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അവിടെ പറഞ്ഞ മറുപടി വളരെ വളരെ സ്ട്രോങ് ആണ്. മഹാനവർകൾ പറഞ്ഞു, ഞാൻ നിർബന്ധമായും അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും, അല്ലേ? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ നിർബന്ധമായി ഉഖാതിലന്നഹും, അവരോട് ഞാൻ യുദ്ധം ചെയ്യും. അത് ഇനി ഒരു എന്താ പറയുക, ഒട്ടകത്തിന്റെ കയറ് ആണെങ്കിൽ പോലും അവർ ഇസ്ലാമിന്റെ പേരിൽ നിഷേധിച്ചു കളഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്നത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് കർശനമായി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ. ഉമർ റളിയല്ലാഹു ആ സംസാരത്തിന് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ ഒരു മനസ്ഥൈര്യം ആണ് ഇത്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. അതായത് ഉമർ റളിയല്ലാഹു അവിടെ ആദ്യം ഒരു നിലപാടുണ്ടായിരുന്നു, തെളിവുണ്ടായിരുന്നു. പക്ഷേ ആ നിലപാടിന് തെളിവിനും വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫാഷിസം പട്ടി വിടർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് അന്നും. കാരണം അന്ന് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ. അപ്പൊ അങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ പോലും ഈ നിലപാടിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു റെഡി ആവുകയാണ്. അവിടെ ഉമർ റളിയല്ലാഹു നമുക്ക് കിട്ടുന്നൊരു പാഠം എന്താണ്? അവിടുത്തെ ഇൽമിയായ അതോറിറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ സ്വന്തമായി ആദ്യം ഒരു നിലപാടും അഭിപ്രായം ഉണ്ടായെങ്കിൽ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവിടുത്തെ സുപ്രീം അതോറിറ്റി പറയലോടുകൂടി അതിന് വിധേയപ്പെടാൻ സന്നദ്ധമാകുന്നു എന്നൊരു തീരുമാനമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബിദഅത്തിന്റെ അഹ്ലുകാരോട് എന്നല്ല, ഇസ്ലാമിന്റെ ആദർശത്തിന് നിരക്കാത്ത നിലപാടുമായി വരുന്നവരോടൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യമുഖമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇങ്ങനെ ഒരു മുഖം നമ്മൾ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രം, ആദർശത്തിന്റെ കാര്യത്തിൽ. അതേപ്രകാരം തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, ബിദഅത്തിന്റെ ആളുകളുമായിട്ട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ ബിദഅത്തിന്റെ അഹ്ലുകാരുടെ കൂടെ ഇരുന്നാൽ വൈറസ് പകരുന്നത് പോലെ ഇങ്ങോട്ട് പകരും എന്നൊരു അഭിപ്രായം അബൂ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബിദഅത്തിന്റെ അഹ്ലുകാരനോട് എന്തെങ്കിലും ഒരു ആദര പ്രകടനം കാണിച്ചാൽ ഫഖദ് അആന അലാ ഹദമിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കാൻ അവനെ കൂട്ടുന്ന ആളുകളെ പോലെയാണ് എന്ന്. അപ്പോൾ ആദർശപരമായി ഇത്തരത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളോടുള്ള കോംപ്രമൈസ് ഒരു കാരണവശാലും അത് മതത്തിന്റെ നേർമുഖത്തെ സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല, സുഫിയാൻ സൗരിയുടെ അഭിപ്രായത്തെ കടമെടുത്താൽ അത് മറ്റുള്ളവർക്ക് വളരാൻ കൂടുതൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഫാരിസ് സാഹിബിനോട് ചോദിച്ചുള്ള പ്രവർത്തകൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹു നേരത്തെ തീരുമാനിച്ചല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ നന്നാവുന്നതും ചീത്താവുന്നതൊക്കെ അള്ളാഹുവിൻ്റെ മുൻ തീരുമാനമാണല്ലോ, പിന്നെ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോന്നുള്ളത്.
തക്തീറിനെ ഈ കുറിച്ച്. ചോദ്യം ചോദിച്ചതോട് ഉത്തരം പറയാൻ സമയം തരണം, ഇടയിൽ ഇടപെടാൻ പാടില്ല. അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഖദർ ഖദായിൽ സംശയം ഉണ്ടാവില്ല. അള്ളാഹു നീതിമാനാണ് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഖദർ ഖദായിൽ സംശയം തീരുമില്ല. ഞാൻ കുട്ടികൾക്ക് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഒരു മാഷ് ക്ലാസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു 5 ഡയറി മിൽക്കായിട്ടാണ് വന്നത്. എന്നിട്ട് ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, ഈ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന 5 പേർക്ക് ഞാൻ ഡയറി മിൽക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തോന്നുന്ന 5 പേർക്ക് കൊടുക്കുന്ന അധ്യാപകൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ഈ വാക്കിന് എങ്ങനെ അർത്ഥം കൊടുക്കും? അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ അധ്യാപകൻ ഒരു പെൺകോന്തനാണെങ്കിൽ കുട്ടികൾ പറയും അത് സാറ് കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന പറയും. കുട്ടികളുടെ മനസ്സിൽ അധ്യാപകൻ ഭയങ്കര നീതിമാനായ നല്ല അധ്യാപകനാണെങ്കിൽ കുട്ടികൾ പറയും അത് നന്നായി ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്ക് കൊടുക്കുന്നു. ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് കൊടുക്കുമെന്നോ പെൺകുട്ടികൾക്ക് കൊടുക്കുമെന്നോ അധ്യാപകൻ പറഞ്ഞ വാക്കിലില്ല. അധ്യാപകനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വാക്കിന് അർത്ഥം നൽകുന്നത്. അതുപോലെ പടച്ചോൻ പറയണം ഞാൻ തോന്നിയേറെ സ്വർഗത്തേക്ക് വിടും, തോന്നിയേറെ നരകത്തേക്ക് വിടും എന്ന് പറഞ്ഞാൽ അള്ളാഹു നീതിമാനാണെന്ന് നമുക്ക് മനസ്സിലായാൽ സ്വർഗത്തിന് അർഹതയുള്ളവരെ സ്വർഗത്തേക്കും അല്ലാത്തവരെ നരകത്തേക്കും വിടുന്ന മനസ്സിലാവുള്ളൂ. 2, അള്ളാഹു നീതിമാനാണ് എന്ന് മനസ്സിലായാൽ മതി. ആ നീതി എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പൊ അള്ളാഹു ആണ് ഖാലിഖ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എങ്ങനെ അള്ളാഹു പ്രപഞ്ചത്തെ ഉണ്ടാക്കി നമുക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ നമുക്കത് പ്രശ്നമല്ല. അതുപോലെ എങ്ങനെ അള്ളാഹു നീതി ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മളെ ഏൽപ്പിച്ച പണിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്, അള്ളാഹിന്റെ പണി നമ്മൾ ആലോചിക്കേണ്ടല്ലോ. പിന്നെ 3-മത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്ത് ഇവിടെ പറയുമ്പോൾ എപ്പോഴും 2 എക്സ്ട്രീമിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഫെമിനിസം ഒരു സ്ഥലത്ത് വരുമ്പോൾ മറ്റേ സ്ഥലത്ത് മെനിനിസം ഉണ്ടാവും. കമ്മ്യൂണിസം സോഷ്യലിസം വന്നാൽ ക്യാപിറ്റലിസം ഉണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും യാഥാർത്ഥ്യം. അതുപോലെ ഖവാരിജിയത്ത് വന്നപ്പോൾ ഇവിടെ ഷിയത്ത് ഒരു എക്സ്ട്രീമിറ്റി വന്നാൽ മറ്റു എക്സ്ട്രീമിറ്റി ഉണ്ടാവും, നമ്മൾ അതിൻ്റെ നടുവിലാണ് നിൽക്കുക. അതുപോലെ ഈ വിഷയത്തിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒരു വിഭാഗമാണ് ഖദരിയത്ത്. അവർ പറഞ്ഞു അള്ളാഹു ഒന്നും തീരുമാനിക്കുന്നില്ല, ഖദറില്ല, ഖദർ നിഷേധികൾ, എല്ലാ മനുഷ്യൻ്റെ സ്വന്തമാണ്, മനുഷ്യന് മാത്രമേ അതിൽ ഇടപാടുള്ളൂ. അപ്പോൾ വേറൊരു ടീം പറഞ്ഞു ജബരിയത്ത്. അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമേ ഉള്ളൂ, മനുഷ്യന് ഇഖ്തിയാറേ ഇല്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ 2ന്റെ ഇടയിലാണ് അഹ്ലുസുന്ന. അതായത് അള്ളാഹുവിന് ഖദറുമുണ്ട്, മനുഷ്യന് ഇഖ്തിയാറുമുണ്ട്. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇനി എത്ര സംസാരിച്ചാലും നിങ്ങളുടെ മനസ്സിൽ അവസാനം ഒരു സംശയം അങ്ങനെ തോന്നുക വിചാരിക്കും, എന്നാലും നമ്മുടെ ഇഖ്തിയാറിന് ഒരു പരിധിയില്ലേ, അള്ളാഹ് അതൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ജബരിയത്തിൻ്റെ വാദമാണ്, അതല്ല നമ്മുടെ വാദം എന്ന് മനസ്സിലാക്കിയിട്ട് നടുവിൽ നിൽക്കാം. ഇനി ഇതിലൊരു പ്രശ്നമുണ്ട്, ഒരു സാധനം നമ്മുടെ തലയിൽ കൊള്ളൂല, കൊള്ളാത്ത കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പോലെ നമ്മുടെ തലയിൽ പലപ്പോഴും കൊള്ളില്ല. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഖ്തിയാറുണ്ട്, ഒരു തർക്കമില്ല. നമ്മുടെ ഇഖ്തിയാർ 100% സ്വതന്ത്രമാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഖാസിം ഉസ്താദ് പറയണ പോലെ 100% സ്വതന്ത്രമാണ്. 100% സ്വതന്ത്രമായാലേ സ്വതന്ത്ര ഫ്രീ വിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോഴ്സ്ഡ് ഫ്രീ വിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫോഴ്സ്ഡ് ഫ്രീ വിൽ ഇല്ല, മാരീഡ് ബാച്ചിലർ ഇല്ലല്ലോ. 100% സ്വതന്ത്രമാണ്. നമ്മുടെ ഇഖ്തിയാറിൽ അള്ളാഹു ഇടപെടുന്നേ ഇല്ല. അള്ളാഹ്ക്ക് ഇടപെടാൻ പറ്റാത്തതുകൊണ്ടല്ല, മാത്രം ഈ ഇഖ്തിയാർ നമുക്ക് കളഞ്ഞിട്ടിയതുമല്ല, പടച്ചോനെ തന്നൊക്കെയാണ്. പരസഹസ്രം ജീവികളിൽ 2 ജീവികൾക്ക് അള്ളാഹുവിന് തോന്നി ഇവർക്ക് ഞാൻ ഇഖ്തിയാർ കൊടുത്തോട്ടെ എന്ന്. അത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ വാദിക്കുന്നത്. പറ്റില്ല, പടച്ചോന് കൊടുക്കാൻ പറ്റും. അള്ളാഹു മനുഷ്യന് തന്നു. പക്ഷേ ഈ ഇഖ്തിയാർ ഉപയോഗിച്ച് 2025 ഓഗസ്റ്റ് 1-ാം തീയതി മനുഷ്യൻ എന്തു ചെയ്യുമെന്ന് കാലാതീതമായി അള്ളാഹുവിൻ്റെ അറിവിലുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിൽ ഇതെല്ലാം ഉണ്ട്. അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മളത് ബാധിക്കണ വിഷയമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 കൊല്ലമൊക്കെ കുട്ടികളെ കിതാബോധി ഒരു മുദരിസ്, ആ കുട്ടി പിന്നീടൊരു മുത്തവൽ കോളേജിൽ പോയി. ആ മുത്തവൽ കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ, അല്ലെങ്കിൽ കുട്ടി എക്സാം എഴുതി, ആ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ ഈ അധ്യാപകൻ പറയും ഇന്ന കുട്ടി ജയിക്കും, ഇന്ന കുട്ടി തോക്കുന്നു. അത് അധ്യാപകനെ കുട്ടിയെക്കുറിച്ചുള്ള അറിവിൻ്റെ അടയാളാണ്. അതേപോലെ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കുട്ടി ഉസ്താദിന്റെ റൂം പൂർത്തിയാക്കുമ്പോൾ കടലാസ് കിട്ടി, അതായത് അധ്യാപകൻ എഴുതി ഇന്ന കുട്ടി ജയിക്കും, ഇന്ന കുട്ടി തോക്കുന്നു. എന്നിട്ട് കുട്ടി പറയാണ് വെറുതെ അല്ല, ഉസ്താദ് ഇങ്ങനെ എഴുതിയിട്ട് പേപ്പർ നോക്കണവർക്ക് അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ തോറ്റതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്രേ ഉള്ളത്. അപ്പൊ അള്ളാഹു അറിഞ്ഞു എന്നതുകൊണ്ട് നമ്മുടെ കർമ്മത്തെ അത് ബാധിക്കണില്ല. പക്ഷെ നമ്മൾ എന്തു ചെയ്യണമെങ്കിലും അത് അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചാലേ, ഇപ്പൊ നമ്മളൊരു നന്മ ചെയ്യണമെങ്കിൽ അള്ളാഹു കാലാതീതമായി ഉദ്ദേശിച്ചിരിക്കണം ഇവന് ഈ നന്മ ചെയ്യണമെന്ന്. ഇതെങ്ങനെയാണ് നമ്മുടെ ഇഖ്തിയാറിലായി കണക്റ്റഡ് ആണ്? ഇവിടെയാണ് മനസ്സിലാക്കാൻ പ്രയാസം. അള്ളാഹു പറയാണ്, ഏതാണ് ആയത്? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നമുക്ക് ഇഖ്തിയാറൊക്കെ ഉണ്ട്, നമുക്ക് സ്വതന്ത്രമായിട്ട് ഉദ്ദേശിക്കാനൊക്കെ കഴിവുണ്ട്. പക്ഷെ പടച്ചോൻ പറയാം വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്
ഇല്ല അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. അതിൽ പ്രശ്നമില്ല. ഒരു ഉദാഹരണത്തിന് ഇൻവിജിലേറ്റർ, എക്സാം ഹാളിൽ തന്നെ ഇൻവിജിലേറ്റർ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞാലല്ലാതെ നിങ്ങൾ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സമയമായപ്പോൾ ഇൻവിജിലേറ്റർ പറഞ്ഞു, സമയമായി, ഇനി പരീക്ഷ എഴുതിക്കോ, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഉത്തരം എഴുതാം. എന്നാൽ അധ്യാപകൻ പറയുന്നത് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ എഴുതാൻ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് ഫ്രീഡം ഇല്ല. അല്ല പറഞ്ഞത് ഒരിക്കലും അമാ തശാഉന ഇല്ല മാഷാ അല്ലാ എന്നല്ല, ഇല്ല അൻ യശാ അല്ലാ. ഇത്രയൊക്കെ നമുക്ക് മനസ്സിലായി. മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ 2025 ഓഗസ്റ്റ് 1 നമ്മൾ ഉദ്ദേശിക്കണ കാര്യം അള്ളാഹു മുൻപേ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതല്ലാത്തത് നമുക്ക് എങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റും? അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്തത്. അതായത് ഭാവിയിൽ മനുഷ്യൻ എന്ത് ഉദ്ദേശിക്കും എന്ന് എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ ഇൽമിലുണ്ട്. ആ ഇൽമ പ്രകാരം അള്ളാഹുവിന് മനസ്സിലായി ഇവൻ ഇങ്ങനെ ഉദ്ദേശിക്കും. അത് ഉദ്ദേശിക്കാനുള്ള ശേഷി അവൻ ഉണ്ടാകട്ടെ എന്നാണ് അള്ളാഹു ആദ്യമേ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് ആദ്യമേ ഉദ്ദേശിക്കുക എന്നത് എനിക്കും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, അത് ലോകത്തൊരു മനുഷ്യനും മനസ്സിലാവില്ല. കാരണം നമ്മൾ സമയബന്ധിതരാണ്. നമുക്ക് സമയത്തിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളൊരു എക്സിബിഷന് പോയി, ഞാനിതിൽ അവസാനിപ്പിക്കാം. എക്സിബിഷന് പോയി, ഒരു 10 റൂമുണ്ട് എക്സിബിഷനിൽ. പക്ഷേ ഓപ്പൺ റൂഫാണ്, മുകളിൽ മേൽക്കൂരില്ല. നമ്മളൊരു 5ാമത്തെ റൂമിലെത്തി. അപ്പം നമ്മെ സംബന്ധിച്ച് ആദ്യത്തെ 4 റൂമും പാസ്റ്റാണ്, കഴിഞ്ഞുപോയി. 5ാമത്തെ റൂം പ്രസൻ്റ് ആണ്. പിന്നെ വരാൻ പോകുന്ന 5 റൂമും നമ്മളെ സംബന്ധിച്ച് ഫ്യൂച്ചറാണ്. പക്ഷെ നമ്മളൊരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കയറിയിട്ട് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് 10ഉം പ്രസൻ്റ് ആണ്, ഒരുമിച്ച് കാണാൻ പറ്റും. ഇതുപോലെയാണ് അള്ളാഹു സമയബന്ധിതനല്ല. അള്ളാഹുവിന് ഇപ്പോൾ ഒരു കപ്പൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കണ്ടിട്ടേ ബാക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ പരിമിതിയാണ്. പക്ഷെ എല്ലാം അറിയുന്ന അള്ളാഹുവിന് ഈ പരിമിതി ഇല്ല. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല. ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അള്ളാഹു നീതിമാനാണ്. അള്ളാഹു നീതിമാനാണ് എന്ന് മനസ്സിലായാൽ അള്ളാഹുവിൻ്റെ ചെയ്തികൾ നീതിയുക്തമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഖദർ അള്ളാഹിലെ സംശയം തീരും. അത് ബോധ്യമാവാത്തിടത്തോളം എന്നാലും പഠിച്ചവന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവൂലേ എന്ന് ചോദ്യം വരും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംശയമാണ് ശരിക്കും ഇത്. അതിന് വളരെ ലളിതമായി നല്ല ഉദാഹരണങ്ങളുടെ വളരെ മികവായി മറുപടി പറഞ്ഞിട്ടുണ്ട് ഫാരിസ്. ലളിതമായി പറഞ്ഞു എന്നതുകൊണ്ട് വിഷയം ലളിതമല്ല കേട്ടോ. അല്ല, വിഷയം ലളിതമല്ല, പക്ഷെ പറച്ചിൽ അവർ കൺവേ ചെയ്യുന്നിടത്ത് ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ, സന്തോഷം. സാദിഖ് ഫൈസി, ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇഷ്ക് മതി ഇബാദത്ത് വേണ്ട. ചില ത്വരീഖത്തിന്റെ ആളുകൾ ഇത് പ്രചരിപ്പിച്ച് കാണുന്നു. എന്താണ് അഭിപ്രായം? അത് നേരത്തെ മുജത്തബ ഫൈസി മനോഹരമായി അതിൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനാണ്. ഇസ്ലാമിൻ്റെതായ നിയതമായ രീതിയുണ്ട്, ശൈലിയുണ്ട്, അതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ പറയുന്ന ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് പരിശുദ്ധ പ്രവാചകൻ മുതൽ സ്വഹാബികൾ മുതൽ താബിഈങ്ങൾ മുതൽ എല്ലാവരും. ഇപ്പോൾ ലോകത്ത് ആധ്യാത്മിക വഴികളുടെ ഏറ്റവും വലിയ സുൽത്താനായിരുന്നു ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഷെയ്ഖ് ജീലാനിയോളം ആധ്യാത്മിക വഴിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു മഹാത്മാവിനെ അദ്ദേഹത്തിൻ്റെ കാലശേഷം മുസ്ലിം ലോകം കണ്ടിട്ടില്ല. പക്ഷേ ഷെയ്ഖ് ജീലാനി പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുത്തത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ലാഹിറായ ആ രീതി, നഹ്നു നഹ്കും ബിൽ ലവാഹിർ എന്ന് പറയുന്ന ശരീഅത്തിൻ്റെ രീതി അനുസരിച്ചിട്ടാണ്. ആരാധനകളിൽ നിന്നും നിസ്കാരങ്ങളിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് ഈ പറയുന്ന എന്താകുന്നത് സംഗീതങ്ങളിലും പാട്ടുകളിലും ഇതും മാത്രം അഭിരമിക്കുന്ന, അതുമാത്രം ആ പ്രണയങ്ങളെ, ആ ഇഷ്കിനെ മാത്രം കൊണ്ടാടപ്പെടുന്ന ഒരു ശൈലി അവരാരും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഈ ശരീഅത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ശൈലികൾ വന്നപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കുകയും അതിനെതിരെ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളതാണ് ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറയുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തിൽ വളരെ നിതാന്ത ജാഗ്രതയോടുകൂടിയിട്ട് ആ കാര്യത്തെ സമീപിച്ചിട്ടുണ്ട്. ഇവിടെ ശംസിയ ത്വരീഖത്ത് പോലെയുള്ള ഇതുകൾ വന്നപ്പോൾ, അതുപോലെയുള്ള പല ത്വരീഖത്തുകളും വന്നപ്പോൾ ഇവരുടെയൊക്കെ വാദങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആയത്തുകൾ ഒക്കെ വ്യാഖ്യാനിച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണം ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾക്ക് യഖീൻ വരുന്നത് വരെ എന്താകും, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ. അപ്പോൾ യഖീൻ എന്ന് പറയുന്നത് ഒരു ഉറപ്പ്,
ഇൽമുൽ യഖീൻ എന്നൊക്കെ പറയുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവിൻ. അപ്പോൾ ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ എന്താ വേണ്ടതില്ല? ഇബാദത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ 23 വയസ്സ് എന്തായിട്ടുള്ളൂ, 23 വർഷമേ നിസ്കരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ നിസ്കരിച്ചിട്ടുള്ളൂ. നമ്മൾ അത്ര നിസ്കരിച്ചാൽ മതി. ഇനി ഒരു വക്ത് നിസ്കാരവും നിസ്കരിക്കാത്ത ഖദീജ ബീവി സ്വർഗത്ത് കടന്നില്ലേ? എങ്ങനെയൊക്കെയുള്ള വളരെ പൊള്ളയായിട്ടുള്ള ഇസ്ലാമിക ചരിത്രങ്ങളെയും സംവിധാനങ്ങളൊക്കെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഒരു ശൈലിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധാനം തസവൂഫിന്റെ രീതിക്ക് പോലും, പ്യുവർ തസവൂഫിന്റെ രീതിക്ക് പോലും വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ്. നമുക്ക് ഒന്ന് കമന്റ് കമന്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എക്സ്ട്രീമിറ്റി വന്നാൽ മറ്റൊരു എക്സ്ട്രീമിറ്റി ഉണ്ടാവുന്നത്. ഇവിടെ അതുപോലെ നമ്മളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇഷ്കിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഒക്കെ ഒരു ലോകത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ച ഒരു വരണ്ട ഇസ്ലാമിനെ കുറച്ച് ആൾക്കാർ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മറ്റൊരു എക്സ്ട്രീമിറ്റി, എന്നാൽ പിന്നെ ആ വരൾച്ചയൊക്കെ മാറ്റിയിട്ട് ആസ്വാദനം മാത്രം മതി എന്ന ഒരു സാധനം വരികയാണ്. അപ്പോൾ നമ്മൾ ആ മധ്യമ ഇസ്ലാം അവിടെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇതിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. പക്ഷേ പറഞ്ഞോട്ടെ, ഈ പിന്നെ ഇഷ്ക് എന്ന് പറഞ്ഞ ഇപ്പം തങ്ങളോടുള്ള അള്ളാഹുവിനോട് റസൂലിനോടുള്ള ഹുബിനെ കുറിച്ചും ഇഷ്കിനെ കുറിച്ചും നമ്മൾ പറയുമല്ലോ. അവിടെ നമ്മൾ ഈ ഒസാലി ഇമാമ് ഇഹയ്യക്ക് ശേഷം എഴുതിയൊരു കിതാബുണ്ട് ചെറുത്, ബിദായത്തുൽ ഹിദായ. ആ ബിദായത്തുൽ ഹിദായ ആരംഭിക്കുന്നതിന് എങ്ങനെയാണ്? മനുഷ്യൻ്റെ പണി ത്വാഅത്താണ് എന്നതാണ്. അപ്പം എൻ്റെ യോഗ്യത ഞാൻ നല്ല ആഷിഖാവുക എന്നതല്ല, ഞാൻ നല്ല ആബിദാവുക എന്നതാണ്. ഒരു ആബിദാവുന്നതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിൽ ഞാൻ പരിചരിക്കേണ്ട ഒരാൾ രോഗിയായി മരണത്തെ മല്ലിട്ടുകൊണ്ട് കിടക്കുകയാണ്. എനിക്ക് ഞാനല്ലാത്ത ഒരാൾ അദ്ദേഹത്തെ നോക്കാനില്ല, മരണാസന്നനാണ്. വെള്ളിയാഴ്ച ജുമാൻ്റെ നേരായി. ഒരു ആഷിഖായി എനിക്കപ്പോൾ ഇഷ്ടമുള്ളത് എന്താ? പള്ളിയിലേക്ക് പോയി അൽക്കഫും സ്വലാത്തും അതിലാണ്. പക്ഷെ ആബിദ എന്നോട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞത് ഇനി പള്ളിയിലേക്ക് പോകരുതെന്നാണ്. അന്ന് ഞാൻ ജുമാക്ക് പോകൽ എനിക്ക് ഹറാമാണ്. ഫത്തുൽ മൊയിലുള്ള മസലയാണല്ലോ. അപ്പോൾ ആഷിഖാവുക എന്ന് പറയുന്നത് അതൊരു അനിയന്ത്രിതമായൊരു ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഇഷ്ടത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. ഹുബാണെങ്കിൽ പോലും അത് ത്വാഅത്തിന്റെ ബൗണ്ടറിക്കുള്ളിലുള്ള ഹുബാണ്. ത്വാഅത്തിന്റെ ബൗണ്ടറിക്കുള്ളിലുള്ള ഹുബല്ലാത്ത മറ്റൊരു ഹുബില്ല. മുആദ് റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നിട്ട് വലിയ അൽ ബഖറ സൂറത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച മറുപടി എന്താ? അഫത്താനുൻ അൻത യാ മുആദ് എന്നാണ്. ഈ ഫിത്നക്കാരനാണോ എന്നാ ചോദിച്ചത്. മുആദ് റളിയല്ലാഹു പറയാ, ഞാൻ എൻ്റെ ഇഷ്കോണ്ട് നിസ്കരിച്ചതാണെന്ന് പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് അമലിന്റെയും നമ്മൾ ആബിദാവുകയാണ് വേണ്ടത്. ഞാനൊരു സ്വതന്ത്ര ആഷിഖോ, ഞാൻ സ്വതന്ത്ര മുസ്ലിം ആവുകയല്ല, ആബിദാവുക. ആബിദ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയർ അള്ളാഹുവിൻ്റെ അടുത്താണ്. അപ്പൊ അള്ളാഹ് എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുക, കിടക്കാൻ പറഞ്ഞാൽ കിടക്കുക. ഇതാവണം എനിക്കുണ്ടാവേണ്ടത്. നോക്കൂ, ഞാനിങ്ങനെ ബുർദ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ച് ഇങ്ങനെ ചൊല്ലി. അപ്പൊ ബാങ്ക് കൊടുത്തു, എനിക്ക് പള്ളിക്ക് ജമാഅത്തിന് പോകാൻ തോന്നുന്നില്ല. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പരിശോധിക്കണോ? എൻ്റെ ആ ബുർദ ചൊല്ലൽ അതൊരു പൈശാചികതയാണ്. ഞാൻ ഇങ്ങനെ ദിക്ർ ചൊല്ലിയാണ്, ദിക്ർ ചൊല്ലിയിട്ട് എനിക്ക് ആസ്വാദനം. അല്ലെങ്കിൽ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഖുർആന്റെ പേജിന്റെ പകുതിയാണ് ആയിട്ടുള്ളത്. അപ്പൊ എൻ്റെ നഫ്സ് എന്നോട് പറഞ്ഞതിന് അതുകൂടി ഫുള്ളാക്ക്. പക്ഷെ ഇസ്ലാം എന്നോട് പറഞ്ഞെന്താ? നീ ഖുർആൻ നിർത്തി ജവാബ് കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആസ്വാദനത്തിൽ അഭിരമിക്കും. പക്ഷെ ആസ്വാദനമല്ല ഉബൂദിയ്യത്ത്. ഉബൂദിയ്യത്ത് റിസ്ക് ഉള്ള പണിയാണ്. ആസ്വാദനം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒരു പക്ഷെ നമുക്ക് സാധ്യമാവും. അങ്ങനെ ആസ്വാദനം സാധ്യമായ ധാരാളം കള്ള ഷെയ്ഖുമാരെ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ മുഹദ്ദീൻ ഷേഖ് ജിലാനി റളിയല്ലാഹു അൻഹു ഖൽവത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. പിശാച് പറഞ്ഞല്ലോ, അഹ്ലൽതു ലക മാ ഹറംതുക, നിങ്ങൾക്ക് ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി. പടച്ചോനാണെന്നുള്ള കോലത്തിലാണ് പറഞ്ഞ്. സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ചിന്തിക്കുക. കാരണം ഭൂമിയിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത ഖൽവത്തിലെ ഇബാദത്ത് ചെയ്തിട്ട് വരികയാണ്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് വേണമെങ്കിൽ സമ്മാനം കൊടുക്കാലോ. പക്ഷേ ഷെയ്ഖ് ജിലാനി പറഞ്ഞ മറുപടി എന്താണ്? ഇഖ്സ യാ റജീം, ഷെയ്ത്താനെ പോവിടുന്നെന്നാ പറഞ്ഞേ. അപ്പൊ ഷെയ്ത്താന്റെ മറുപടി, ഞാൻ ഈ ഒരൊറ്റ ടെക്നീക്ക് കൊണ്ട് നിങ്ങളുടെ ഈ മക്കാമിലെത്തിയ 70 ആളുകളെ ഞാൻ പിഴപ്പിച്ചിട്ടുണ്ട്. നമ്മളെ മക്കാമിലെത്തിയതല്ല, ഷെയ്ഖ് അവറുകളുടെ മക്കാമിലെത്തിയ 70 ആൾക്കാരെ പിഴപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഷെയ്ഖ് അവറുകൾക്ക് ഇഖ്സ യാ റജീം എന്ന് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാ? ശരീഅത്തിന്റെ എഞ്ചിനുള്ളിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ അദ്കിയാണ്. കേരളത്തിലെ സമസ്തക്കാരുടെ സുന്നികളുടെ മാനിഫെസ്റ്റോ അദ്കിയാണ്. അദ്കിയത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആസ്വാദനങ്ങളിൽ ആനന്ദമാവുക എന്നത്, ഇപ്പം നമ്മളൊക്കെ ഒരു പക്ഷേ ഇഷ്ക് മജ്ലിസ് നടത്തുന്ന ആൾക്കാരാവും.
ഇഷ്ക് മജ്ലിസ് നടത്തുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കരയും, എനിക്കെന്നെ തോന്നും ഞാൻ ഭയങ്കര ആശിക്കായിട്ടുണ്ടെന്ന്. പക്ഷെ ആ ഇഷ്ക് മജ്ലിസ് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസത്തെ ജമാഅത്തിനെ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഇന്നലത്തെ ഇഷ്ക് വൃഥാവിലാണ്. അപ്പോൾ ആ ഒരു ഫിലോസഫി നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും മുത്തവസ്സിത്തായ ഒരു മനഹജിലാണെന്നുള്ള ബോധം നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവണം. മാഷാ അല്ലാ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ധാരാളം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദയവുചെയ്തിന് ചോദ്യങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയക്കരുത് എന്നറിയിക്കാണ്. ഇതിൽ പ്രസക്തമായ ചില ചോദ്യങ്ങൾ കൂടി പ്രസക്തമായ ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തോടു കൂടി ദീന് പൂർത്തിയായി. പിന്നെ എങ്ങനെയാണ് 4 മദ്ഹബ് വ്യത്യസ്ത ആശയങ്ങളായി മാറിയത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും പറഞ്ഞുകൊണ്ട് ദീൻ പൂർത്തിയായല്ലോ എന്നാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷവും പിന്നീട് അഹ്കാമുകളെ പറ്റിയിട്ടുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായ നിയമങ്ങൾ പൂർത്തിയായി എന്നുള്ളതാണ്. പിന്നെ 4 മദ്ഹബുകൾ പിന്നെ എന്തുകൊണ്ട് ഉണ്ടായി എന്നതാണ്. അവിടെ ഒരു തെറ്റിദ്ധാരണ, ഇസ്ലാമിൽ ഒറ്റ ശരിയേ ഉള്ളൂ എന്നതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഒരു ശരി മാത്രമുള്ള കാര്യങ്ങളും ഉണ്ട്, വൈവിധ്യങ്ങളെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അള്ളാഹു ഒരുവനാകുന്നു, അങ്ങനത്തെ അതൊരു ശരി മാത്രമേ ഉള്ളൂ, അവിടെ വൈവിധ്യങ്ങളില്ല. എന്നാൽ പിന്നെ ഇപ്പോൾ നോക്കൂ, നമ്മൾ പിന്നെ കുനൂത്ത് ഓതലും ശരിയാണ്, ഓതാതിരിക്കലും ശരിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഒരു കുട്ടികളോട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് പിന്നെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നത് അവരുടെ എല്ലാവർക്കും ഒറ്റ ശരിയേ ഉള്ളൂ, എല്ലാവരും അങ്ങനെ തന്നെ അറ്റൻഡ് ചെയ്യണം. എന്നാൽ അവരോട് പറയുന്നത് സ്റ്റഡി ലീവ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ സ്റ്റഡി ലീവിന് പഠിക്കണം എന്ന കൽപ്പനയുള്ളൂ, എങ്ങനെ പഠിക്കണം എന്ന് അവിടെ കൽപ്പന ഇല്ല. ആ എങ്ങനെ എന്നതിൽ പലതും അംഗീകരിക്കും, വായിച്ച് പഠിക്കുക, കമ്പൈൻ സ്റ്റഡി ആവാം, ഒക്കെ ആവാം. എന്നതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ വൈവിധ്യങ്ങൾ അനുവദിച്ചിട്ടുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ എത്ര കൽപ്പനയുള്ളൂ? നിങ്ങൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും നസ്സുകളെ സമീപിക്കൂ, നിങ്ങൾ യോഗ്യരായ ആളുകൾ കിട്ടുന്ന ഉത്തരത്തെ ഫസ്അലു അഹ്ല ദിക്രി, അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ, അത്രേ നമ്മോട് കൽപ്പനയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബ് ഖുനൂത്ത് ഓതിയതും ശരിയാകുന്നത്, ഹനഫി മദ്ഹബ് ഖുനൂത്ത് ഓതാത്തതും ശരിയാകുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന പിന്നെ മുജാഹിദീങ്ങൾ ഖുനൂത്ത് ഓതാത്തതും ശരിയാവണ്ടേ എന്ന്. അവിടെ മറുപടി, ഹനഫി മദ്ഹബുകാരൻ ഒരിക്കലും പറയില്ല ഖുനൂത്ത് ഓതുന്ന ഷാഫിഈ പിഴച്ചുപോയി എന്ന് പറയില്ല. ഷാഫി ഒരിക്കലും പറയില്ല കുനൂത്ത് ഓതുന്ന ഹനഫി പിഴച്ചുപോയി എന്ന് പറയില്ല. പക്ഷെ കുനൂത്ത് ഓതാത്ത മുജാഹിദിന്റെ വിശ്വാസം എന്താ? കുനൂത്ത് ഓതുന്ന നമ്മൾ പിഴച്ചുപോയി എന്നുള്ള വിശ്വാസമാണ്. അത് സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നമാണ്. അപ്പോൾ വൈവിധ്യങ്ങളെ അനുവദിച്ച ഇടങ്ങളിൽ മാത്രമാണ് വൈവിധ്യങ്ങളുള്ളൂ. വൈവിധ്യങ്ങൾ ഒട്ടും പാടില്ല എന്നുള്ള സ്ഥലത്ത് ഇജ്തിഹാദ് പോലും ഹറാമാണ്, ഖണ്ഡിതമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ. മാഷാ അല്ലാ. ഇനിയൊരു സാധാരണ പ്രവർത്തകന്റെ ചോദ്യമാണ്, മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗങ്ങളും ഫോളോ ചെയ്യുന്നതും ഖുർആൻ ഹദീസുമാണ്. എന്നാൽ സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ, മാല, മൗലിദ്, നിസ്കാര ശേഷം സ്വലാത്ത്, ചിലയിടങ്ങളിൽ സ്വലാത്ത്, പള്ളിയിൽ വെച്ചുള്ള തഹ്ലീൽ, ഇഖ്ലാസ് എന്നിവ ചെയ്യുന്നതിനുള്ള ഇസ്ലാമിൻ്റെ പ്രാമാണിക തെളിവ് അല്ലെങ്കിൽ പിന്തുണ വിദഗ്ധക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരൻ ചോദിച്ചാൽ അതിന് സുന്നത്ത് ജമാഅത്ത് പിന്തുണ നമുക്ക് നൽകാൻ സാധിക്കുന്ന മറുപടി. നേരത്തെ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ, അപ്പോൾ മയ്യത്ത് കൊണ്ടുവന്നാൽ സമയം വേസ്റ്റാകുന്ന ഇഖ്ലാസ് ഓതുന്നു, തഹ്ലീൽ ചൊല്ലുന്നു, നമ്മുടെ മാല, മൗലൂദുകൾ, അങ്ങനെയുള്ള സംഗതികൾ. മറ്റുള്ളവർ പറയുന്നത് ഞങ്ങൾ ഖുർആൻ ഹദീസാണ്. അപ്പോൾ അതിന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പ്രവർത്തകർ കൺഫ്യൂഷൻ ആവുന്നു. എന്താണ് അവർക്ക് പറയാൻ കൊടുക്കാനുള്ള മറുപടി? ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു, വിശുദ്ധ ദീനിൻ്റെ പ്രമാണങ്ങൾ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഇത് 4 എണ്ണവും ഇസ്ലാമിക കർമ്മധാരയിൽ ഒരുപോലെ എന്താണ്? പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മദ്ഹബുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, വിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് ഒരാൾക്ക് നിസ്കരിക്കുക അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് ഇസ്ലാമിൻ്റെ ഹജ്ജ് കർമ്മം നിർവഹിക്കുക അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വുളൂ ചെയ്യുക, ഇതൊക്കെ എല്ലാവരും എന്താകുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഖുർആൻ നോക്കി നിർവഹിക്കുന്നു എന്ന് ആരും എന്താകാറില്ല, പറയാറില്ല. വളരെ ദുർബലമായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് അഭിമാനപൂർവ്വം പറയുന്ന ഒരു സംവിധാനമാണ് ഈ മരിച്ചെടുത്ത് ഖബറുകളുള്ള തസ്ബീത്ത്, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ. ഇത് ഞങ്ങൾ ആണ് കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് അവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഹദീസോ ഇതിനോട് ഇബ്നുൽ ഖയ്യിമിനോട് തൻ്റെ അർറൂഹ് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഈ മരിച്ചോടുത്ത് തസ്ബീത്ത് ചെല്ലുന്നതിൻ്റെ വിധി എന്താണ്? അപ്പോൾ അതിന് ഇബ്നുൽ ഖയ്യിം റൂഹിൽ പറയുന്ന മറുപടി, ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്നത് കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്ന് അവർ വാഴ്ത്തുന്ന പണ്ഡിതനാണ്, ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. അദ്ദേഹം റൂഹിൽ പറയുന്ന മറുപടി, ആ വിഷയത്തിൽ ഒരു ദുർബലമായ ഹദീസ് ഉണ്ട്. പക്ഷെ ഈ ദുർബലമായ ഹദീസ് എന്നതിനപ്പുറത്ത്
കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വ്യത്യാസമില്ലാതെ, അറബി എന്നോ അനറബി എന്നോ വ്യത്യാസമില്ലാതെ മുസ്ലിം ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതായി കണ്ടുവരുന്നു. മുസ്ലിം ലോകം വ്യാപകമായി ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും ഒരു ഹുജ്ജത്ത്, ഒരു ന്യായം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ മരിച്ചോടുത്ത് 40 കഴിക്കുക, ഇതൊക്കെ വളരെ ഫുറൂഇയായ ശാഖാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ശാഖാപരമായ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും തന്നെ ഉണ്ടാകണം എന്നുള്ളത് സുന്നികളുടെ നിലപാടല്ല, മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അംഗീകരിക്കപ്പെട്ട മദ്ഹബ്, ആ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അത് പറഞ്ഞാൽ മതി. ഇത് ഈ ബിദ്അത്തിന്റെ കക്ഷികൾ പോലും പല ഘട്ടങ്ങളിലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് മടങ്ങാൻ അവരും നിർബന്ധിതരാകുന്നുണ്ട്. ഓക്കെ, കമന്റ് ചെയ്തിട്ട് നമുക്ക് അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. പിന്നെ ഖുർആാനും ഹദീസും എന്ന് പറഞ്ഞാലേ ചേകടൂർ മൗലവി നിസ്കാരം 3 പറഞ്ഞ ഖുർആൻ ഓതിയിട്ടാണ്. അപ്പോൾ ഗുലാം അഹമ്മദ് ഖാദിയാനി ഞാൻ പ്രവാചകന എന്ന് പറഞ്ഞതും ഖുർആൻ ഓതിയിട്ടാണ്. അപ്പോൾ കേട് വന്ന ഖുർആൻ തന്നെ പറഞ്ഞത് യുദില്ലു ബിഹി കസീർ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഖുർആൻ മാത്രം ആശ്രയിച്ച് പിന്നെ അമലുകൾ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെ മാത്രം സ്വീകരിക്കുന്ന ആൾക്കാർ, അതിൽ ധാരാളം ആളുകൾ അങ്ങനെ പിഴച്ചു പോയിട്ടുണ്ട്. ഇനി മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കും, നേരത്തെ സാദിഖ് വൈസി പറഞ്ഞതുപോലെ ഇപ്പോൾ അല്ലാഹു അക്ബർ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം 1ാമത് ചൊല്ലുന്നത് നിർബന്ധമാണ്, ബാക്കിയുള്ളത് മുഴുവൻ സുന്നത്താണ്. ഈ നിർബന്ധം സുന്നത്ത് ഈ വേർതിരിവ് ഖുർആനിലുണ്ടോ? ഇത് അയിമത്ത് പറഞ്ഞു കൊടുത്താണല്ലോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കേസോ ഇഷ്യൂ ഒക്കെ ഉണ്ടായാൽ കോടതിയിൽപ്പെട്ട ഒരാൾ ഒരു വിധി വന്നപ്പോൾ കോടതി വിധി സ്വീകരിക്കൽ എങ്ങനെയാണ്, മറ്റു ജഡ്ജ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ് പരിശോധിച്ചിട്ട് അപ്പോൾ ആൾ നോക്കിയിട്ട് പറയാണ് ഇന്ത്യൻ ഭരണഘടനയിലില്ല, അതുകൊണ്ട് ഞാനത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഈ ശാഖാപരമായ വിഷയങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നീട് വന്ന നിയമനിർദ്ധാരണങ്ങളെയാണ് പരിശോധിക്കേണ്ടത്. മാഷാ അല്ലാ, നമുക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തിലെ ചോദ്യം മുസ്തഫ വൈസി എന്ന് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കേരളത്തിൻ്റെ അകത്തും പുറത്തൊക്കെ ദഅവത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അവരുമായ കണക്ഷനുകളാണല്ലോ. കേരളത്തിൽ നാം ആചരിച്ചു വരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിന് പുറത്തുള്ള ആശയങ്ങളുമായി വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് സംശയം. അവസാനത്തെ ചോദ്യമാണ്, ഇതോടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾക്ക് പിന്നെ എല്ലായിടത്തും ഒരു ശരി തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ശരിയായത് തന്നെ ലോകത്തെ എല്ലാ നാട്ടിലും ശരിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെ സുന്നികളുടെ പ്രത്യേകത, നമ്മളുടെ ദീന് എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതൊരു ഭരണകൂടമോ മറ്റാരും കലക്ടറോ ഒന്നും തീരുമാനിക്കൂല, ആലിമീങ്ങളാണ് തീരുമാനിക്കുക. ആലിമീങ്ങൾ പറയുന്നത് പ്രകാരം എനിക്ക് നടക്കാനും ജീവിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നേരെ മറിച്ച് പിന്നെ ഒരു അറബ് രാജ്യം, ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടെ ഒരു പണ്ഡിതന് അത്തരത്തിലുള്ള റോൾ ഉണ്ടാവില്ല. അവിടെ അത്തരം കാര്യങ്ങൾ, അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഒരു സദസ്സിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മിക്സ് ആക്കി ഇരിക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അവിടെ പലപ്പോഴും ഗവൺമെൻറ്റാണ്. അപ്പോൾ പല മതപരമായ നിയമങ്ങളും അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഇടപെടലുകൾ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈജിപ്തിൽ ധാരാളമായിട്ട് പണ്ഡിതന്മാരെ താടി പഠിച്ച ആൾക്കാരെ നമ്മൾ കാണും, വലിയ വലിയ ആലിമ്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് പലപ്പോഴും തോന്നിയിരുന്നു എന്താ ഇത് ശരിയാണോ അല്ലേ. അപ്പോൾ ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഷാഫിഈ ഫഖീഹായി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പഠിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഫിഖ്ഹിൽ പറയുന്ന ശരി എന്താണോ അത് തന്നെയാണ് അവിടുത്തെ ശരി. പക്ഷെ പല കാരണങ്ങളെ കൊണ്ട്, രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളെ കൊണ്ട് അവർക്ക് ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ഇതിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ വരികയാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഇത്തരം പരിപാടികൾ നോക്കൂ, സ്ത്രീകളൊന്നും പങ്കെടുപ്പിക്കില്ല. നേരെ മറിച്ച് ആഗോള സുന്നി പണ്ഡിതന്മാരുടെ പരിപാടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ മിക്സഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണും. അപ്പം നിങ്ങൾക്ക് അതുപോലെ ആയിക്കൂടെ എന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു പുരോഗമന സുന്നികൾ എന്ന അർത്ഥത്തിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അവർ പോലും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറാണ്. പക്ഷേ അവർക്ക് നിലവിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ മാറിപ്പോയി. ഞാനൊരിക്കൽ അമേരിക്കയിലെ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം സ്ത്രീയക്കാരനാണ്, ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ റൂഹിയായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഷെയ്ഖുമാരെ സമീപിക്കലാണ് എന്നാണ്. അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു മതപരമായ സുരക്ഷിതത്വമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ സുരക്ഷിതത്വത്തെ ഒരു അപകർഷതയായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഈ സുരക്ഷിതത്വത്തിന്റെ ഒരു മതിലങ്ങോട്ട് പൊളിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിനെ മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. ഈ സുരക്ഷിതത്വമാണ് ശരി. പക്ഷേ നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്തിട്ട് സുന്നി ഉലമായിനെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നമ്മുടെ ഈ സമസ്ത ഫോളോ ചെയ്യുന്ന സുന്നി ഉലമായിൻ്റെ രീതി കണ്ടുകൊള്ളണമെന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വിസിബിൾ ആവുന്ന, ദൃശ്യമാകുന്ന സുന്നി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനത്തെ ദൗർബല്യങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരുന്നവരാണ്.
നേരെ മറിച്ച് നിങ്ങൾ ഓരോ നാട്ടിലേക്കും നിങ്ങൾ ചെന്ന് നോക്കൂ. തമിഴ്നാട്ടിൽ നിങ്ങൾ പോയി നോക്കൂ, കായൽ പട്ടണം, കേളക്കര, നമ്മുടെ പല നഗരങ്ങൾ പോയി നോക്കൂ, ഹൈദരാബാദിൽ, ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിൽ, UK നിങ്ങൾ പോയി നോക്കൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കാണ് ഞാൻ അയച്ചു തരാം. UK നിന്നുള്ള പെൺകുട്ടികൾ പൂർണ്ണ നിഖാബ് ഇട്ടുകൊണ്ട് നടത്തുന്ന പോഡ്കാസ്റ്റ് സീരീസ് ഉണ്ട്. കേരളത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പോഡ്കാസ്റ്റ് സീരീസൊക്കെ നിഖാബ് ഇട്ട് നടത്തിയാൽ കയ്യുറട്ടിട്ടാണ് അവർ പോഡ്കാസ്റ്റ് സീരീസ് നടത്തുന്നത്. അവർ പോലും ആഗ്രഹിക്കുന്നത് ഈ ഒരു സുരക്ഷിതത്വമാണ്. അവർക്കിത് കിട്ടാത്തതിൻ്റെ നിരാശയും സങ്കടവുമാണ്. നമ്മുടെ നാട്ടിൽ അധികാര കേന്ദ്രങ്ങളോ ഗവൺമെൻറ്റോ ഒന്നും ദീനീയായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് ആലിമീങ്ങളുടെ കയ്യിൽ കടിഞ്ഞാനുള്ള കാലത്തോട് ഇത് നിലനിൽക്കും. അത് നഷ്ടപ്പെട്ടാൽ ഇതും പോവും. അപ്പോൾ നമ്മൾ ഉണ്ടാവേണ്ടത്, നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ എന്ന് കരുതി അപകർഷതപ്പെടേണ്ടതില്ല. നമുക്കൊരു മതപരമായ സുരക്ഷിതത്വം ഉണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ആ സുരക്ഷിതത്വത്തെ വാഗ്ദത്തം ചെയ്യാൻ സമസ്തക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സുരക്ഷിതത്വം നിലനിർത്താൻ ഈ കാലഘട്ടത്തിൽ അതിന് നമ്മൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കാന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തോട് പറഞ്ഞതാണ്. അത് സമസ്തയുടെ കൂടെ നിൽക്കുന്നത് ഒരു അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കൽ തന്നെയാണ്. അങ്ങനെ നിൽക്കാതെ നമുക്ക് തൗഫീഖ് ചെയ്യാം. മാഷാ അല്ലാഹ്. നല്ലൊരു നമുക്ക് പിന്നെ ഒരു സാധാരണ പറയാറുണ്ടല്ലോ, ആരാപ്പം അങ്ങനെ ചെയ്യാത്ത, അല്ലെങ്കിൽ ആരാപ്പം കള പറയാത്തെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന കളവിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയോ അല്ലെങ്കിൽ നമ്മളതിൽ അതിന് ചെയ്യാനുള്ള ഒരു കാരണം കണ്ടെത്തുകയോ ചെയ്യാണ്. ഒരു പിന്നെ പകർച്ചവ്യാധി പെട്ടാലേ എല്ലാവർക്കും പെടുന്നില്ല, എന്താ എനിക്കും പെട്ടോട്ടെ എന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ വളരെ അതിലൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ പറയും സൗദി അറേബ്യ ഒക്കെ വഹാബി രാജ്യമാണെന്ന്. നിങ്ങൾ നോക്കും, മദീനയിൽ ഹറമിൻ്റെ പരിസരത്ത് മൗലിദ് നടത്തുന്ന, സ്വലാത്ത് മജ്ലിസ് നടത്തുന്ന വീടുകൾ, ടെൻറ്റുകൾ ഉണ്ടല്ലോ. UAE ഉണ്ടല്ലോ, സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടല്ലോ. പക്ഷെ ഗവൺമെന്റ് പലപ്പോഴും അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ തിരഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്ഥലത്തെ പറ്റിയുള്ള ഒരു ഇൻഡിക്കേഷനും കിട്ടൂല. നമ്മൾ ഓരോ രാജ്യത്തേക്ക്, അത് ആഫ്രിക്കൻ രാജ്യമാവട്ടെ യൂറോപ്യൻ രാജ്യമാവട്ടെ, ആ രാജ്യത്തിൻ്റെ മണ്ണിലൂടെ സഞ്ചരിച്ചാൽ ഏറ്റവും ലിബറലായി ജീവിക്കുന്ന ഒരു സൊസൈറ്റിയുള്ള നഗരത്തിൻ്റെ നടുവിലെ ഒരു കോണിൽ നിങ്ങൾക്ക് സമസ്ത ഫോളോ ചെയ്യുന്ന സുരക്ഷിതമായ സൂഫി ഇസ്ലാമിൻ്റെ ചിത്രങ്ങളെ കാണാം. അതൊരു 100% ഗ്യാരണ്ടി ചെയ്യേണ്ട ഒരു ചലഞ്ചാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിൽ ശരിക്കും ഒരു അരുമയായി കാത്തുസൂക്ഷിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയങ്ങൾ കൊണ്ടു നടന്ന് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് ഒരു തനതായ രീതി, അതാണ് പാരമ്പര്യത്തിൻ്റെ വഴി. അവിടെ എല്ലാം ഉണ്ട്. അവിടെ തരീഖത്തുണ്ട്, അവിടെ സിറാത്തുൽ മുസ്തഖീമുണ്ട്, അവിടെ പണ്ഡിതന്മാരുടെ കൃത്യമായ നേതൃത്വമുണ്ട്, നിർദ്ദേശമുണ്ട്. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് അവിടെയുണ്ട്. അത് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, സിറാത്തുൽ മുസ്തഖീമിനോട് എത്താൻ സാധിക്കുമെന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ ഈ പാനൽ ഡിസ്കഷനിൽ ഇവിടെ സമാപിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ വളരെ പ്രഗത്ഭരായ 3 ചിന്തകന്മാർ, പ്രഭാഷകർ, എഴുത്തുകാർ നമ്മോട് സംബന്ധിച്ചു. ബഹുമാനപ്പെട്ട മുജ്തബ ഫൈസി, PU ഹാരിസ്, സാദിഖ് ഫൈസി താനൂർ, ഈ 3 പേരും വളരെ മനോഹരമായി ഈ വിഷയത്തെ ഇടപെടുകയും മറുപടുകയും ചെയ്തു. നിങ്ങൾക്കൊരു കൃത്യമായൊരു ധാരണ ഈ വിഷയങ്ങളെക്കുറിച്ച് സദസ്സിന് കിട്ടിയെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട SKSFിൻ്റെ ജില്ലാ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ പരിപാടിയിൽ വളരെ മനോഹരമായി ഇതിനെ ഇടപെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.